A very old man with enormous wings, written by Gabriel Garcia Marquez. The main character of the story, a mysterious man, the named a old man with enormous wings. Welcome back to the fifth part of the chapter. This is Rebook Education's SSLC. Welcome back to new English class. നമസ്കാരം മക്കളെ, എല്ലാവർക്കും ഗുഡ് ഈവനിങ്. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന വെരി ഓൾഡ് മാൻ വിത്ത് എനോർമസ് വിൻസിൻ്റെ ഫിഫ്ത്ത് പാർട്ട് പൊള്ളിയാക്കി സെറ്റാക്കി നമ്മൾ മാറ്റും. സെറ്റാക്കണം. ഓക്കെ, എങ്ങനെയുണ്ടായിരുന്നു എൻ്റെ ഫസ്റ്റത്തെ ആ ഒരു ഇംഗ്ലീഷിലുള്ള ഒരു വൈബ്? ഫുള്ളി വൈബിഡ് സാധനം. ചുമ്മാ അറിഞ്ഞാട്ടാ. നമ്മളെപ്പോഴും കറക്റ്റായിട്ട് പോകണമല്ലോ, അതാണ് നമ്മുടെ ഇത്. ഓക്കെ, അപ്പോൾ നമ്മൾ തുടങ്ങാണ്. നമ്മളെപ്പോഴത്തെയും പോലെ അല്ല, ഇന്ന് നമ്മൾ ലാസ്റ്റ് ലൈവാണ്, അഥവാ ഈ ഒരു ചാപ്റ്ററിൻ്റെ ലാസ്റ്റ് ലൈവാണ്. പിന്നെ നമ്മൾ തമ്മിലുള്ള, അഥവാ നമ്മളിപ്പോൾ ഒന്നാമത്തെ ചാപ്റ്റർ കഴിഞ്ഞല്ലോ, നമ്മൾ കാണുന്നത് ഇനി മൂന്നാമത്തെ ചാപ്റ്ററിലായിരിക്കും, ഫ്രണ്ട്സ് റോമൻസ് കൺട്രിമെൻ. രണ്ടാമത്തെ ചാപ്റ്റർ നിങ്ങൾക്ക് വേറൊരു സാറാണ് എടുക്കുന്നത്. പ്രശ്നമൊന്നുമില്ല, നമുക്ക് പൊളിക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ തുടങ്ങുകയാണ്. ഓക്കെ മക്കളെ, എപ്പോഴത്തേയും പോലെയല്ല, ഇനി 20-30 സ്ലൈഡ്സ് അല്ല ഉള്ളത്, മറിച്ച് 70 സ്ലൈഡ്സ് ആണ്. 70 പേജോളം വരുന്ന ഒരു സ്ലൈഡാണ് ഞാനിന്ന് നിങ്ങൾക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്നത്. കാരണം കുറച്ച് കൂടുതലുണ്ട്, അഥവാ ആക്ടിവിറ്റീസാണ് കൂടുതലും. ഡയറി, ലെറ്റർ, ഇതിൽ നിന്ന് ലെറ്ററൊക്കെ വന്നു കഴിഞ്ഞാൽ അങ്ങനെ ഇരിക്കും. പിന്നെ A+ പോയിന്റുകൾ, അഥവാ കുറച്ച് A+ സെൻറ്റൻസുകൾ, അതൊക്കെ നിങ്ങൾക്ക് ഞാൻ ഇന്നത്തെ ക്ലാസ്സിൽ ഒരുക്കി വെച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ വെൽക്കം ബാക്ക് ടു റീബുക്ക് എഡ്യൂക്കേഷൻസ്. വെൽക്കം ബാക്ക് ടു the class of very old man with enormous wings part 5. What is our plan? എല്ലാ പ്രാവശ്യവും നമ്മുടെ പ്ലാൻ ഉണ്ട്. അപ്പോൾ എല്ലാ പ്രാവശ്യത്തെ പോലെ ഈ പ്രാവശ്യം ഒരു പ്ലാൻ ഉണ്ട്. നമ്മൾ ഫസ്റ്റ് ക്ലാസ് തൊട്ടേ പറയുകയാണ്, നമുക്ക് ഇനി ഇപ്പോൾ നമ്മളിനി പഠിക്കാൻ പോകുന്ന 1 മണിക്കൂറത്തെ കാര്യം എന്താണെന്നുള്ളൊരു വ്യക്തത നമുക്ക് എന്ത് ചെയ്യണം, വരുത്തണം. അതിന് വേണ്ടിയിട്ട് എന്താണ്, ഒരു പ്ലാൻ വേണം. ഓക്കെ, എൻ്റെ ക്ലാസ്സിലുണ്ടാവും. നിങ്ങൾക്ക് രണ്ടാമത്തെ ചാപ്റ്റർ എടുക്കുന്ന വേറൊരു സാറായതുകൊണ്ട് തന്നെ എന്താ, നിങ്ങൾക്ക് ചിലപ്പോൾ പ്ലാനിൻ്റെ കാര്യം എനിക്കറിയില്ല. ഓക്കെ, നമ്മൾ തമ്മിൽ പരിചയമുണ്ട്, അതല്ല ഞാൻ സാറിനെ പരിചയമില്ല എന്നല്ല പറഞ്ഞത്. അപ്പോൾ ഞാൻ എങ്ങനെയായിരിക്കും എടുക്കുക, ചിലപ്പോൾ പ്ലാൻ ഉണ്ടാവില്ല. അവർ കറക്റ്റായിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. എന്തായാലും നല്ല സാറുമാരാണ് പഠിപ്പിക്കുന്നത്, അതിന് ഒരിതല്ല. ഓക്കെ, എന്നാൽ ഇന്ന് നമ്മുടെ പ്ലാൻ ഇതൊക്കെയാണ്. ഇത്രേ സാധനം, എന്നാ സാറേ ഇതൊക്കെ, ഇത്രയൊക്കെ പഠിക്കണം, നമുക്ക് ആ ഒരു ലെവലിൽ പോവാം. ഓക്കെ, ഇപ്പോൾ ഫസ്റ്റ് തന്നെ എല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞാൽ നമ്മുടെ റാപ്പിഡ് ഫയർ. ഫസ്റ്റ് തന്നെ നമ്മൾ കുറച്ച് ദിവസമായി നമ്മുടെ ക്ലാസ്സൊക്കെ എടുത്തിട്ട്, അപ്പോൾ നിങ്ങൾ എന്തൊക്കെ മറന്നു, എന്തൊക്കെ ഇതായെന്നുള്ളതാണ് നമ്മളിന്ന് നോക്കാൻ പോണേ. ഓക്കെ, ഇത്ര ദിവസം ക്ലാസ് ഉണ്ടാവത്തേന്ന് ചോദിച്ചിട്ടുണ്ട്. നമ്മളൊക്കെ ടെക്നിക്കൽ ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ലാഗടിയൊക്കെ ഉണ്ട്. ഓക്കെ, അതൊക്കെ നമ്മൾ കറക്റ്റാക്കി നീക്കിയിട്ട് നമുക്ക് കറക്റ്റായിട്ട് പോകുന്നുണ്ട്. അത് കാരണം ഇപ്പോൾ നമ്മൾ ഈ ലൈവ് ഇട്ട കാരണം നമ്മൾ 4th ലൈവ് ഇട്ടിട്ട് കുറേ നാളായി. അപ്പോൾ ഈ ചാപ്റ്റർ നിങ്ങൾ മറന്നു പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ മറന്നു പോകും. അതുകൊണ്ടാണ് ഞാൻ ആദ്യം തന്നെ ഇതെടുത്തത്. ബാക്കി എല്ലാ സ്ലൈഡ്സും എല്ലാവരും ഒരുക്കി വെച്ചാൽ മലയാളത്തിൻ്റെ സ്ലൈഡ് ഒരുക്കി വെച്ചിരിക്കുന്നു, മാത്സിൻ്റെ സ്ലൈഡൊക്കെ ഒരുക്കി വെച്ചിരിക്കുന്നു, പിന്നെ ഹ്യൂമനിസത്തിൻ്റെ ഹിസ്റ്ററിയുടെ ലൈവിൻ്റെ ഇത് വരാൻ. അതെന്തായാലും നിങ്ങൾക്ക് ഇന്ന് 7 മണിക്കാവുന്ന ലൈവ് ഉണ്ട്. ഓക്കെ, പ്രശ്നമില്ല. ഓക്കെ, അപ്പോൾ രണ്ടാമത്തെ നമ്മുടെ റാപ്പിഡ് റിവിഷനാണ്. എന്താണ് റാപ്പിഡ് റിവിഷൻ എന്ന് ഞാൻ പറഞ്ഞുതരാം. സെക്ഷൻസ് 1, 2, 3 and 4 റിവിഷൻ നോട്ടുകൾ, അതായത് 1ൻ്റെയും 2ൻ്റെയും 3ൻ്റെയും റിവിഷൻ നോട്ടുകൾ തരും.
പിന്നെ ക്യാരക്ടർ സ്കെച്ച്. അഥവാ നമുക്ക് 3 ക്യാരക്ടർ സ്കെച്ചുകളാണ് പഠിക്കാനുള്ളത്. അതും നമ്മൾ തരാം. ഓക്കെ. പിന്നെ ന്യൂസ് റിപ്പോർട്ടാണ്. ഓക്കെ, ന്യൂസ് റിപ്പോർട്ട് അഥവാ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ന്യൂസ് റിപ്പോർട്ട് എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും. പിന്നെ ഇതിൽ നിന്ന് ലെറ്റർ ഉണ്ട്. അപ്പോൾ ലെറ്റർ 2 ടൈപ്പ് ലെറ്ററാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നോർമൽ ലെറ്ററും ഫ്രണ്ട്ലി ലെറ്ററും. ഫ്രണ്ട്ലി എന്ന് പറഞ്ഞാൽ ഇൻഫോർമൽ ലെറ്റർ എന്നും പറയാം. അടുത്ത് ഡയറിയാണ്. ഇതിൽ നിന്ന് ഡയറി എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ വരും. പിന്നെ ഞാൻ പറഞ്ഞ പോലെ A+ സെൻറ്റൻസ് അഥവാ A+ പോയിന്റുകൾ നിങ്ങൾക്ക് പറഞ്ഞു തരും. പിന്നെ ടെസ്റ്റൽ ആക്ടിവിറ്റീസ്, ഈ ടെസ്റ്റിലുള്ള ആക്ടിവിറ്റീസ് ഉണ്ടല്ലോ, അതും കൂടി നമ്മൾ പറഞ്ഞിട്ട് ഇന്നത്തെ ലൈവ് നമ്മൾ നിർത്തും. ഓക്കെ, അപ്പോൾ സെറ്റാണെങ്കിൽ നമുക്ക് തുടങ്ങാം നമ്മുടെ റാപ്പിഡ് ഫയറിലൂടെ. റാപ്പിഡ് ഫയർ. അപ്പോൾ നമ്മൾ തുടങ്ങുകയാണ്. ഷാൽ ബി ബിഗിൻ. നമ്മുടെ റാപ്പിഡ് ഫയറിലൂടെയാണ് നമ്മൾ തുടങ്ങുന്നത്. പിന്നെ ഈ ചിഹ്നമൊക്കെ എല്ലാവർക്കും അറിയാലോ. ഓക്കെ, അപ്പോൾ നമ്മൾ തുടങ്ങുകയാണ്. ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ പെട്ടെന്ന് തന്നെ കമൻറ്റ് ബോക്സിൽ ആൻസർ ഇടാൻ ഇപ്പോൾ തന്നെ. അഥവാ നിങ്ങൾ ഈ A or B or C അങ്ങനെ ഇട്ടാൽ മതി. ഇത് ഇങ്ങനെ ടൈപ്പ് ചെയ്തേ ഇടണ്ട. ഇങ്ങനെ ഫുള്ളായിട്ടൊന്നും ടൈപ്പ് ചെയ്തിടണ്ട. A ആണോ B ആണോ C ആണോ അതൊന്ന് ടൈപ്പ് ചെയ്ത്. ഓക്കെ, പെട്ടെന്ന് കമൻറ്റ് ബോക്സിൽ ഇതാക്കിക്കോ. ഞാൻ കറക്റ്റായിട്ട് എല്ലാവർക്കും ഫുള്ള് കിട്ടുന്നവർ കറക്റ്റായിട്ട് നിങ്ങൾ പഠിച്ചു പോവുക. ഓക്കെ, അഥവാ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇങ്ങനെ ഫസ്റ്റ് ഇടുന്ന ആളാണോ അവർ നല്ല മാർക്ക് വാങ്ങുമെന്ന് ഞാൻ ഉറപ്പ് പറയുകയാണ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യന്, വാട്ട് ഡസ് ദ ഓൾഡ് മാൻ ഇൻഎബിലിറ്റി ടു ഈറ്റ് ആൻഡ് സീ ക്ലിയർലി സജസ്റ്റ് അബൌട്ട് ഹിസ് കണ്ടീഷൻ? പുള്ളിക്കാരൻ്റെ കണ്ടീഷനെ കുറിച്ച് എന്ത് ചെയ്യാനാണ് വിവരിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അഥവാ അവരുടെ കണ്ടീഷൻ എങ്ങനെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഹി വാസ് ആംഗ്രി ആൻഡ് ഡിസ്റ്റർബ്ഡ്. പുള്ളിക്കാരൻ നല്ല ദേഷ്യത്തിലാണ്, ഡിസ്റ്റർബ്ഡ് ആണ്. ഹി വാസ് ഫിസിക്കലി വീക്ക് ആൻഡ് സഫർ. ഈ പുള്ളിക്കാരൻ ഭയങ്കര വീക്കും ജീവിതത്തിലേക്ക് വരാൻ വേണ്ടി ഭയങ്കര സഫറും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ പ്രറ്റൻഡിങ്. ഓക്കെ, ഈ വേർഡ് നിങ്ങൾ ഓർത്ത് ഒന്ന് നോക്കി വെച്ചിരുന്നു. പ്രറ്റൻഡിങ് നിങ്ങൾ പഠിക്കാത്ത വേർഡായതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. പ്രറ്റൻഡിങ് ടു ബി ഇൽ. പിന്നെ അടുത്തത്, ഹി വാസ് അഡ്ജസ്റ്റിംഗ് ടു ന്യൂ പ്ലേസ്. ഓക്കെ, ഹി വാസ് അഡ്ജസ്റ്റിംഗ് ന്യൂ പ്ലേസ്. ഇതിൽ ഏതാണ് ആൻസർ എന്ന് നിങ്ങൾ പറയാം. ഏതാണ് ഇതിലെ ആൻസർ? പെട്ടെന്ന് പറയൂ. കമൻറ്റ് ബോക്സൊക്കെ ഇങ്ങനെ മിന്നി പറയുകയാണ്, എനിക്ക് ഒന്നും കാണാൻ പറ്റാ. ഓക്കെ 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 ആ 3 സാർ എപ്പോഴാണ് എഴുതുക? 4 മണിക്ക് ആകുമ്പോൾ തീർക്കാം. 4 മണി 4:30 ആകുമ്പോൾ നമ്മൾ തീർക്കാം. അത് കഴിയുമ്പോൾ നിങ്ങൾക്ക് 4 മണിയൊക്കെ ആകുമ്പോൾ നമ്മൾ തീർത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 5 മണി തൊട്ട് 6 മണി 7 മണി വരെ സമയമുണ്ട്. ചായ കുടിച്ച് കുറച്ച് നേരം കളിക്കാനൊക്കെ പോവാം. ശനിയാഴ്ച അല്ലേ. അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 7:30 നമ്മുടെ വേറെ ലൈവ് ഉണ്ട്. ഓക്കെ, അതും കൂടി കണ്ട് നിങ്ങൾ ഒരു 8:30 ആകുമ്പോൾ തീരും. ഓക്കെ, 8:30 മുമ്പ് തീരുമായിരിക്കും. ഓക്കെ, 8:30 ആകുമ്പോൾ എന്ത് ചെയ്യുക, തീരും. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഒരു 9 മണിയൊക്കെ ആകുമ്പോൾ കിടന്നുറങ്ങുക. ഇനി കളി കാണാനൊക്കെ ആണെങ്കിലും എണ്ണിച്ച് കളി കാണുക. ഓക്കെ, സമയമുണ്ട്, കാരണം നാളെ അവധിയാണല്ലോ. ഓക്കെ 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 ഇതിൻ്റെ ആൻസർ പറയൂ, പെട്ടെന്ന് പറയൂ. എസ്, പലരും പറയുന്നുണ്ട് ബി ആണ്. ഓക്കെ, പലരും പറയുന്നുണ്ട് സി ആണ്. ഏതാണ് ശരി? എനിക്കറിയാം SSLC പാടാണ്. ഓക്കെ, നമ്മളറിയാത്ത ക്വസ്റ്റ്യൻസൊക്കെയാണ് വരുന്നത്, അത് നിങ്ങൾക്കും അറിയാം. അപ്പോൾ ഇതേപോലത്തെ ഓപ്ഷൻസ് വരുമ്പോൾ നമ്മൾ കേൾക്കാത്ത രീതിയിലുള്ള വേർഡ്സൊക്കെ കാണുകയാണെങ്കിൽ പലവരും എന്തെഴുതി വെക്കും? ഈ സി എഴുതി വെക്കും. അതാണ് ഇപ്പോഴും ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. അതറിയാത്ത വേർഡാണ്, അപ്പോൾ അതായിരിക്കും. കാരണം അങ്ങനെ വീട് തരണമെങ്കിൽ അതായിരിക്കുമല്ലോ ആൻസർ എന്നായിരിക്കും പലരും വിചാരിക്കുന്നത്. പക്ഷെ മക്കളെ, നമ്മൾ പഠിച്ചത് എന്താണോ, നമ്മൾ അയാളെക്കുറിച്ച് എന്താണോ അറിഞ്ഞിരിക്കുന്നത്, ക്വസ്റ്റ്യൻ എന്താണോ അത് വെച്ചിട്ട് വേണം നമ്മൾ ആൻസർ എഴുതാൻ. അഥവാ നമ്മൾ കേൾക്കാത്ത വേർഡാണോ, അത് അവർ കേട്ട വേർഡാണോ, അത് അവർ കേൾക്കാത്ത വേർഡാണോ, അങ്ങനെ ഒന്നുമല്ല. നമ്മൾ എന്താണോ പാഠത്തെക്കുറിച്ച് അറിഞ്ഞിട്ടുള്ളത്, അതിലെ ക്യാരക്ടേഴ്സിനെ കുറിച്ച് അറിഞ്ഞിട്ടുള്ളത്, അത് വെച്ചിട്ട് വേണം ആൻസർ ചെയ്യാൻ.
ഓക്കെ, എന്നാൽ നിങ്ങൾക്ക് എന്തിലേക്ക് എത്താം? A+ലേക്ക് എത്താം. ഓക്കെ, അപ്പോൾ ബി ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, നമ്മൾ നെക്സ്റ്റ് ചോദ്യത്തിലേക്ക് പോവാണ്. അഥവാ നമ്മളെ കൂടുതൽ നേരം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാലേ കുറേ നേരം എടുക്കും. ചിലപ്പോൾ 1.5 മണിക്കൂറൊക്കെ എടുക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ പെട്ടെന്ന് പോകുന്നത്. അപ്പോൾ സെക്കൻഡ് ക്വസ്റ്റ്യൻ പെട്ടെന്ന് തന്നെ ആൻസർ ചെയ്തോളാം. ഓക്കെ, വാട്ട് ഡസ് ദ സെൻറ്റൻസ് ഹി ഡോണ്ട് സർവൈവ് ഹിസ് വേഴ്സ്റ്റ് വിന്റർ ബട്ട് ഹിംസെൽഫ് ഇംപ്രൂവ്ഡ് ദ ഫസ്റ്റ് സൺഡേ ഡേ സജസ്റ്റ്? ഈ ഒരു സെൻറ്റൻസ് നോക്കിയിട്ട് അതിനെക്കുറിച്ചുള്ള വിവരണമാണ് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ഹി വാസ് കംപ്ലീറ്റ്ലി റിക്കവറി സഡൻലി. ഹി കംപ്ലീറ്റ്ലി റിക്കവേർഡ് സഡൻലി എന്നാണ് പറയുന്നത്. പിന്നെ ഹി റിമെയിൻഡ് വീക്ക് വിത്തൗട്ട് ചേഞ്ച്. ഓക്കെ, ഹി സ്ലോലി ബിക്കം ബെറ്റർ വിത്ത് ഗുഡ് വെതർ. ഹി ഡിഡ് നോട്ട് ഫീൽ ദ കോൾഡ് അറ്റ് ഓൾ. 4 ഓപ്ഷൻസ് ആണുള്ളത്. പെട്ടെന്നൊന്ന് കമൻറ്റ് ചെയ്തേ. എ ആണോ ബി ആണോ സി ആണോ എന്ന് കമൻറ്റ് ചെയ്താൽ മതി. ഒരു 2 മിനിറ്റാണ് സമയം തെറ്റുന്നത്. പെട്ടെന്ന് കമൻറ്റ് ചെയ്യാം. ഓക്കെ, ഒരു മാർക്കിൻ്റെ ക്വസ്റ്റ്യന് നിങ്ങൾ എത്ര സമയം എടുക്കണമെന്ന് ഞാൻ പറയാം. ഇപ്പം ഇതേപോലെ 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ മാക്സിമം 2 എടുക്കുക. ഇല്ലെങ്കിൽ ഇപ്പം നമുക്ക് 15 മിനിറ്റ് ചോദ്യപേപ്പർ വായിക്കാൻ കിട്ടും. അപ്പം തന്നെ നമ്മൾ എന്ത് ചെയ്യുക, ഇതിൻ്റെ ആൻസറൊക്കെ കണ്ടുപിടിക്കുക. 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ഉള്ളതിന്. അതിനുശേഷം 1 മിനിറ്റ് പോലും എടുക്കരുത്. ഒരു അര മിനിറ്റ് കൊണ്ട് എന്ത് ചെയ്യുക, ചിലപ്പോൾ 8 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ആ 8 ക്വസ്റ്റ്യൻസിനും എന്ത് ചെയ്താൽ ചിലപ്പോൾ 5 ക്വസ്റ്റ്യൻസാണ്. എനിക്ക് 5 ക്വസ്റ്റ്യൻസാണ്. ഓക്കെ, 5 ക്വസ്റ്റ്യനാണ് ഉണ്ടാവുള്ളൂ. അതിനെന്ത് ചെയ്യുക, അര മിനിറ്റ് കൊണ്ട് ഒരു ക്വസ്റ്റ്യൻ എടുത്താൽ പോലും ഒരു 3 മിനിറ്റ് കൊണ്ട് എന്തോ തരും ഇല്ലേ? ഓക്കെ, 2.5 മിനിറ്റ് കൊണ്ട് തരുന്നേ. 1 2 3 4 5 അര 1 1.5 2 2.5 ഉണ്ടോ? 2.5 മിനിറ്റ് കൊണ്ട് എന്ത് ചെയ്യും, തീരും. അപ്പോൾ നേരത്തെ അങ്ങനെ കണ്ടുപിടിച്ച് നോക്കാം. ഓക്കെ, ഇതിൻ്റെ ആൻസർ പറയൂ. യെസ്, ഹി സ്ലോലി ബിക്കം ബെറ്റർ ടു ദ ഗുഡ് വെതർ. ഞാൻ നിങ്ങൾക്ക് പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. സി ആണ് ആൻസർ. ഹി സ്ലോലി ബിക്കം ബെറ്റർ ടു ദ ഗുഡ് വെതർ. അഥവാ പുള്ളിയേറെ ഫസ്റ്റത്തെ ഓപ്ഷൻ എന്താ നോക്കിയേ, ഈ കംപ്ലീറ്റ്ലി റിക്കവേർഡ് സഡൻലി, അഥവാ പെട്ടെന്ന് കൂടെ റിക്കവർ ചെയ്യുകയാണ്. സെക്കൻഡ് എന്താണ്, ഹി റിമൈൻഡർ വീക്ക് വിത്തൗട്ട് ചേഞ്ച്, അഥവാ ഇപ്പോഴും വീക്ക് തന്നെയാണ്, ഒരു ചേഞ്ചും ഇല്ല. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ കഥയെ പഠിച്ചിട്ടില്ല. നാലാമത്തേത് ഹി ഡിഡ് നോട്ട് ഫീൽ ദ കോൾഡ് അറ്റ് ഓൾ. ഞാനിപ്പോൾ ഒരു ഫീലും ഇല്ല, ഒരു കോൾഡും ഇല്ല, ഒരു ഇതും ഇല്ല, വെറുതെ അങ്ങനെ ഇരിക്കുക, പണ്ടത്തെ പോലെ തന്നെ. അങ്ങനെയാണ് അല്ല. ഓക്കെ, പുള്ളിക്കാരൻ എന്തൊക്കെ മാറ്റം വന്നത് നമ്മൾ പോയിന്റ് വെച്ച് പഠിച്ചതാണ്. അഥവാ ഓരോ പാരഗ്രാഫും വെച്ച് പഠിച്ചതാണ്. അതിൻ്റെ ഗ്ലോസറി വെച്ച് പഠിച്ചതാണ്. ഗ്ലോസറി മീൻസ് മീനിങ് വെച്ച് പഠിച്ചതാണ്. നമ്മൾ 4 പാർട്ട് വെച്ച് വിശദമായി പഠിച്ചു. അപ്പോൾ വിശദമായി പഠിച്ച ഒരു കുട്ടിക്ക് ഇത് 4ാമത്തെ പാർട്ടിൽ മാത്രമാണ് കേട്ടുള്ളൂ. 4ാമത്തെ പാർട്ടിൽ റാപ്പിഡ് ഫയർ ആണിത്, നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഒരു കുട്ടിക്ക് എന്ത് ചെയ്യാം, ഇത് ആൻസർ ചെയ്യാം. ഓക്കെ, ഇനി എനിക്കൊരു കാര്യം പറയാനുള്ളത്, 1, 2, 3, 4 പാർട്ട് കാണാത്തവരുണ്ടെങ്കിൽ അത് പോയി ആദ്യം കാണുക. ഓക്കെ, അതാദ്യം കണ്ടിട്ട് മാത്രം ഇത് കാണുക. കാരണം ഈ 1, 2 ഈ 2, 3 കണ്ടവർക്ക് 3, 4 കണ്ടവർക്കുള്ള ഒരു റേഷൻ പോലെയാണ് ഇതെങ്കിലും, പക്ഷെ അവർക്ക് കഥയറിയില്ല. നമുക്ക് കഥ അറിയാം. 1, 2, 3, 4 പാർട്ട് കണ്ടവർക്ക് കഥയറിയാം, പക്ഷെ പലവർക്കും കഥ അറിയില്ല. ഇനി സ്കൂളിൽ പഠിച്ചതാണെങ്കിലും ഓക്കെ, സ്കൂളിലൊക്കെ ആണെങ്കിൽ ഇപ്പോൾ നമ്മുടെ കൺട്രിമെൻ്റ് ചാപ്റ്റർ എത്തി കാണും. ഫ്രണ്ട്സ് റോമൻ കൺട്രിമെൻ ആ ചാപ്റ്റർ എത്തി കാണും. കാരണം
നമ്മളിതെടുക്കാൻ ടെക്നിക്കൽ ഇഷ്യൂസ് കുറേ നമ്മൾ കഷ്ടപ്പെട്ടിട്ടാണ് ഇതൊക്കെ എടുക്കുന്നത്. ഓക്കെ, അത് എന്തായാലും കുഴപ്പമില്ല. ഇത്ര സ്ട്രെയിൻ ചെയ്തിട്ടാണെങ്കിൽ നിങ്ങളെ പഠിപ്പിക്കാൻ പറ്റുന്നുണ്ടല്ലോ എന്നുള്ളൊരു ഇതുള്ളൂ ഞങ്ങൾക്ക്. ഓക്കെ, എന്നാൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. നമ്മൾ വെറുതെ പറഞ്ഞുകൊണ്ടിരുന്നാൽ തന്നെ കുറേ സമയം പോകും. ഓക്കെ, വാട്ട് ഡസ് ദ ഗ്രോത്ത് ഓഫ് ഫെദേഴ്സ് ഷോ? He become stronger, he get involved, he turned into a bird, he trying to scare others. പുള്ളിക്കാരൻ പിന്നെ സ്ട്രോങ് ആയിക്കൊണ്ടിരിക്കുകയാണ്, പുള്ളിക്കാരൻ പിന്നെ ബൂസ്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്, പുള്ളിക്കാരൻ ഒരു ബേഡായി മാറാൻ പോവാണ്. പുള്ളിക്കാരൻ വേറെ ആരെങ്കിലും പേടിപ്പെടുത്താൻ പോവാണ്. ഏതായിരിക്കും പറയൂ. എ ഓർ ബി ഓർ സി ഓർ ഡി? എ ആണോ, ബി ആണോ, സി ആണോ, ഡി ആണോ? 2 മിനിറ്റ് സമയം തരും. പെട്ടെന്ന് പെട്ടെന്ന്. സൂപ്പർ. യെസ് എ ആണ്. ഓക്കെ, എ ആണല്ലേ. ഹി ബിക്കം സ്ട്രോങ്ങർ. പുള്ളിക്കാരൻ പിന്നെ സ്ട്രോങ്ങർ ആവാൻ വേണ്ടിയിട്ടാണ് പുതിയ ഫെദേഴ്സ് നമ്മളെ എന്ത് ചെയ്യുന്നത്, കാണിച്ചു തരുന്നത്. പുള്ളിക്കാരൻ പിന്നെ പറക്കാൻ വേണ്ടിയിട്ടാണ്, പുള്ളിക്കാരൻ പിന്നെ സ്ട്രോങ് ആയിക്കൊണ്ടിരിക്കുകയാണെന്നാണ് കഥ നമ്മളെ, അഥവാ ഈ ഒരു ചോദ്യം നമ്മളെ ഇത് ചെയ്യുന്നത്. ഓക്കെ, കഥയിൽ ഒരേപോലെ. അപ്പോൾ നമ്മുടെ റാപ്പിഡ് ഫയർ ഇവിടെ തീരുകയാണ്. റാപ്പിഡ് ഫയറിൽ നമ്മൾ മാക്സിമം 3 ക്വസ്റ്റ്യൻസാണ് ഇടാറുള്ളത്. ആ 3 ക്വസ്റ്റ്യൻസ് മാക്സിമം നമ്മൾ 2 ലെവലെന്തോ 2 ക്വസ്റ്റ്യൻസാണ് ഇട്ടതെന്നാണ്. ഓക്കെ, സാറല്ല, ഇന്നത്തെ നമ്മൾ കുറച്ച് കൂടുതലിട്ടുണ്ട്. സാർ എന്തിനാണ് റാപ്പിഡ് ഫയർ? റാപ്പിഡ് ഫയർ മീൻസ് നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് ഇപ്പോൾ ഒന്ന് ഓർമ്മയുണ്ടോ എന്ന് നോക്കുന്ന ഒരു പ്രക്രിയയാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് ഓർമ്മയില്ലെങ്കിൽ ഓർമ്മയില്ല. അപ്പോൾ ഇതിലൂടെ നിങ്ങൾക്കത് മനസ്സിലാവും. അല്ലാതെ നമ്മൾ എന്ത് ചെയ്യാൻ റീക്യാപ്പ് ചെയ്യാറുണ്ട് ഓർമ്മയില്ലാത്തവർക്ക് വേണ്ടിയിട്ട്. ഓക്കെ, റീക്യാപ്പ് ചെയ്യാറുണ്ട്, റിവിഷൻ നോട്ടുകൾ തരാറുണ്ട്. ഇതൊക്കെ വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, അതൊന്ന് റീക്യാപ്പ് ചെയ്യുക, പഠിക്കുക. ഈ റിവിഷൻ നോട്ടുകളൊക്കെ നിങ്ങൾക്ക് എവിടെ കിട്ടും? നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ നിങ്ങൾക്ക് കിട്ടുന്നതാണ്, അവൈലബിൾ ആണ് നിങ്ങൾക്ക്. നിങ്ങൾക്ക് സ്റ്റഡി മെറ്റീരിയൽ ഫ്രീ ആണ്, ക്ലാസ് ഫ്രീ ആണ്, എല്ലാം ഉണ്ടായിട്ട് നിങ്ങൾ എന്തുകൊണ്ട് റീബുക്ക് എഡ്യൂക്കേഷനിലേക്ക് വരുന്നില്ല? ഓക്കെ, അത് വിട്ട് നമ്മൾ പഠിക്കാൻ പോയതാണ്. നമ്മൾ ആ ഒരു മെസ്സേജ് ഉണ്ടോ എന്ന് ഞാൻ പറയണേ. ഓക്കെ, എന്നാൽ നമ്മൾ പറയാണ് അടുത്താണ് റാപ്പിഡ് റിവിഷൻ. ഓക്കെ, നേരത്തെ ഒരു കൊച്ചു ചോദിച്ചായിരുന്നു എന്നോട്, സാർ എന്താണ് റാപ്പിഡ് റിവിഷൻ എന്ന്. ഓക്കെ, അതിൻ്റെ ഒരു കാര്യം പറയാം. മക്കളെ, നമ്മൾ 4 പാർട്ട് കൊണ്ടാണ് ഈ ഒരു ചാപ്റ്റർ തീർത്തത്. 4 പാർട്ട് വീഡിയോ കൊണ്ടാണ് ഒരു ചാപ്റ്റർ നമ്മൾ തീർത്തത്. ഇതിന് പകരം 11 പോയിന്റിലൂടെ ഒരു ചാപ്റ്റർ തീർക്കാൻ പോകും. ഇത് 4 ക്ലാസ്, ഇത് 11 പോയിന്റ്. വെറും 11 പോയിന്റിലൂടെ ഈ ഒരു ചാപ്റ്റർ നമ്മൾ ക്ലിയർ ആക്കി തരും. അത് റാപ്പിഡ് റിവിഷനാണ്, റിവിഷൻ പോലെയാണ്, അല്ലാതെ ക്ലാസ് അല്ല. ക്ലാസ് ആണെങ്കിൽ നിങ്ങൾ ആ 4 ഇത് കണ്ടാലേ നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലാവുള്ളൂ. ഇത് റിവിഷൻ പോലെ. ഓക്കെ, ആ ഒരു ഇത് നമ്മളിത് വിശദീകരിച്ച് തരും. ഓക്കെ, അപ്പോൾ നമുക്ക് ആ ഒരു 11 പോയിന്റിലേക്ക് എടുക്കാം. ഓക്കെ, സാർ എന്നാൽ 11 പോയിന്റ് വെച്ച് ഒരു ചാപ്റ്റർ എടുത്താൽ പോരെ, വെറുതെ എന്തിനാ സാർ 4 പാർട്ട് എടുത്ത് സമയം കളഞ്ഞത്? നമ്മൾ നിങ്ങൾക്ക് അറിയോ, നിങ്ങളുടെ ഇപ്പോൾ സ്കൂളിൽ ആ ടീച്ചർക്ക് വേണമെങ്കിൽ ഒരു ദിവസം കൊണ്ട് ആ ഒരു ചാപ്റ്റർ തീർക്കാം. പക്ഷെ ആ ടീച്ചർ എന്തു ചെയ്യും? അതിലെ കാര്യങ്ങൾ പറഞ്ഞു തരും. ആദ്യം അതൊന്ന് വായിക്കും, അതൊന്ന് റീഡ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് അതിലെ ഓരോ പോയിന്റും വിശദീകരിക്കും. അത് കഴിഞ്ഞിട്ട് അതിലെ മീനിങ്സ് പറയും. ഇതൊക്കെ പറയുമ്പോഴേക്കും ബെല്ലടിക്കും. അപ്പോൾ ടീച്ചർ പറയും, ഓക്കെ ഞാൻ അടുത്ത ദിവസം ബാക്കി നമുക്ക് പഠിക്കാം എന്ന് പറയും. ഓക്കെ, ഇത് തന്നെയാണ് നമ്മുടെ ഇവിടെയും പഠിക്കുന്നത്. 1 മണിക്കൂർ നമ്മൾ എന്ത് ചെയ്തു? അത് വിശദീകരിച്ച് പഠിച്ചു. അഥവാ അതിലെ ഓരോ പോയിന്റും
ഓരോ വേർഡും അതിലെ ഓരോ അക്ഷരങ്ങളും നമ്മൾ എന്ത് ചെയ്തു, കറക്റ്റായിട്ട് പഠിച്ചു. അത് ഇതിൽ പഠിക്കാൻ പറ്റില്ല. ഓക്കെ, 11 പോയിന്റിൽ ആ ഒരു ചാപ്റ്റർ ഞാൻ എത്ര മാർക്കും ചുരുക്കിയാട്ടെ എന്ന് നിങ്ങളൊന്ന് നോക്കി തന്നെ കാണാം. പക്ഷെ മെയിൻ പോയിന്റ്സ് ഒക്കെ ഉണ്ട്, അത് നിങ്ങൾ ഇതായാൽ മതി. ഓക്കെ, എന്തായാലും നമുക്ക് റാപ്പിഡ് റിവിഷനിലേക്ക് കിടക്കാം. കുറേ കാര്യങ്ങൾ ഇനിയും പറയാനുണ്ടാവും. ഓക്കെ, സാരല്ല. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് പോയിൻ്റാണിതേ, ഫസ്റ്റ് പോയിന്റ്. അപ്പോൾ നമ്മൾ പഠിച്ചു തുടങ്ങുകയാണ്. ഓക്കെ, നമ്മൾ തുടങ്ങാൻ പോവാണ്. ഇവിടെ ശ്രദ്ധിക്കുക. ഓക്കെ, പെലെയോ saw a very old man with enormous wings in the courtyard. ഒരു ദിവസം പെലെയോ എ വെരി ഓൾഡ് മാൻ വിത്ത് എനോർമസ് വിങ്സിനെ എവിടെ കാണുകയാണ്? തൻ്റെ മുറ്റത്ത് കാണുകയാണ്. ദ മാൻ ലൈങ് ഫേസ് ഡൗൺ ദ മഡ്. പുള്ളിക്കാരൻ മുഖം മണ്ണിലിങ്ങനെ ഇരുന്ന് വെച്ചുകൊണ്ട് പുള്ളിക്കാരൻ്റെ ഇത് കാണാൻ പറ്റുന്നില്ല. ഹി കുഡ് നോട്ട് സ്റ്റാൻഡ് അപ്പ് ബിക്കോസ് ഹിസ് ഹ്യൂജ് വിങ്സ്. പുള്ളിക്കാരൻ എണ്ണിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും തൻ്റെ വലിയ വിങ്സ്, അഥവാ വലിയ ചിറകുകൾ കാരണം പുള്ളിക്കാരൻ എന്ത് പറ്റിയില്ല, എണ്ണിക്കാൻ സാധിക്കുന്നില്ല. ഓക്കെ, ഹി ലുക്ക്ഡ് വെരി പ്യുവർ ആൻഡ് വീക്ക്. പുള്ളിക്കാരനെ കാണാൻ ഭയങ്കര വീക്കും പ്യുവറും ആണ്. ഭയങ്കര വീക്കും, അഥവാ നല്ല ഒരു വളരെ ഓൾഡ് മാൻ ആയിട്ടുള്ള ഒരു വെരി ഡ്രഞ്ച്ഡ് ഗ്രാൻഡ് ഫാദറിനെ പോലെയാണ് പുള്ളിക്കാരനെ കാണാൻ. ഹി ഹാഡ് എ ലിറ്റിൽ എയേഴ്സ് ആൻഡ് ഒൺലി ഫ്യൂ ടീത്ത്. അഥവാ ചെറിയ മുടികളും, അഥവാ കുറച്ച് മുടിയും വായയിൽ കുറച്ച് പല്ലുകളും ഉള്ളൂ പുള്ളിക്കാരന്. Okay, his wings were dirty and indented in the mud. Indented in the mud. Indented means okay. Indented എന്താണെന്ന് നമ്മൾ ഓരോ റിവിഷൻ നോട്ട് കഴിയുമ്പോഴും എന്താണ് ഞാൻ പറഞ്ഞു തരാറുണ്ട് indented എന്താണെന്ന്. Indented mean trapped. എന്താണ് വലുത് ഓക്കെ വലിയ എൻഡാഡഡ് മീൻസ് ട്രാപ്ഡ്. ചെളിയിൽ ട്രാപ്ഡ് ആയിട്ടിരിക്കുന്ന, ചെളിയിൽ ട്രാപ്ഡായിപ്പോയി, അഥവാ തൻ്റെ ഫിൻസ് എവിടെ ട്രാപ്പായി? ഡേർട്ടിയും എൻഡാൻഡഡും ഇൻ ദ മഡ്. അഥവാ ചെളിയിൽ തൻ്റെ വിങ്സ് ട്രാപ്പായിപ്പോയി, അത്രേ ഉള്ളൂ, ട്രാപ്പായിപ്പോയി. അപ്പോൾ മൂന്നാമത്തെ പോയിന്റിലേക്ക് പോവാണ്. പെലെയോ ട്രൈ ടു സ്പീക്ക് ഹിം. പെലെയോ ആ ഒരു ഓൾഡ് മാനോട് സംസാരിക്കാൻ നോക്കുകയാണ്. പക്ഷേ ദ ഓൾഡ് മാൻ സ്പോക്ക് ഇൻ ആൻ ഇൻകോൺസിബിൾ ഡയലക്റ്റ്. ഇൻകോൺസിബിൾ ഡയലക്റ്റ് മീൻസ് അൺനോൺ ലാംഗ്വേജ്. Inconceivable dialect. Okay, inconceivable dialect means unknown. Okay, ഞാനിവിടെ എഴുതാവേ unknown language. ഓക്കെ, unknown language എന്നാണ് എന്ത് ഇൻകോൺസെബിൾ ഡയലക്റ്റിൻ്റെ അർത്ഥം. കാരണം അവിടെ എഴുതാൻ സ്ഥലമില്ലാത്തതുകൊണ്ടാണ് ഇവിടെ എഴുതിയത്. ഓക്കെ, ഹിസ് വോയിസ് സൗണ്ട് ലൈക്ക് എ സേലർ. പുള്ളിക്കാരൻ്റെ ഒരു കടൽ നാവികനെ പോലെയായിരുന്നു പുള്ളിക്കാരൻ്റെ സൗണ്ട്. അതുകൊണ്ട് തന്നെ they thought he was a castaway from a ship. Castaway means castaway. കാസ്റ്റവേ മീൻസ് എന്താണ് കാസ്റ്റവേ? നമ്മൾ ഓരോ ചാപ്റ്റർ എടുത്തപ്പോഴും ഓരോ ഇതെടുത്തപ്പോഴും നമ്മൾ പറയണം കാസ്റ്റവേ എന്താണെന്ന് നമ്മൾ പറഞ്ഞു പോയതാണ്. ഓക്കെ, കാസ്റ്റവേ മീൻസ് എ സ്റ്റാൻഡേർഡ് പേഴ്സൺ. ഓക്കെ, സ്റ്റാൻഡേർഡ് പേഴ്സൺ എന്നാണ് അർത്ഥം. അഥവാ ഷിപ്പിൽ നിന്ന് ഒരു നാവികൻ, അഥവാ ഇപ്പോൾ
ഷിപ്പൊക്കെ തകർന്നു പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ എന്താവും, അവിടുത്തെ ആൾക്കാർ ചിലപ്പോൾ തീരത്തടിക്കും. ഒക്കെ അങ്ങനെ വന്ന ഒരു കാസ്റ്റവേ ആണെന്നാണ് ആര് വിചാരിച്ചത്? പെലയോ ആൻഡ് എലിസൻഡ. ഓക്കെ, ഇതിൽ എത്ര ക്യാരക്ടേഴ്സ് ഉണ്ട്? നമ്മൾ മെയിനായിട്ട് 3 ക്യാരക്ടേഴ്സാണുള്ളത്: പെലയോ, എലിസൻഡ ആൻഡ് ഓൾഡ് മാൻ. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നുകൊണ്ടിരുന്നത് പുള്ളിക്കാരൻ ഒരു കാസ്റ്റവേ ആണെന്നാണ്. ഓക്കെ, 4ാമത്തെ പോയിന്റിലേക്ക് പോവാണ്. ഓൾഡ് നെയ്ബർ വുമൺ, അല്ല ഓൾഡ് അല്ല, നെയ്ബർ വുമൺ കേം ടു സീ ഹിം. ഒരു നെയ്ബർ ആയിട്ടുള്ള വുമൺ, ഈ ഒരു നെയ്ബർ അയൽവാസിയായിട്ടുള്ള ഈ ഒരു വുമൺ പുള്ളിയാരിത്തി ആരെ കാണാൻ വന്നു? നമ്മുടെ ഓൾഡ് മാനെ കാണാൻ വന്നു. She said that he was an castaway. എൻ്റെ പൊന്ന്, തെറ്റിപ്പോയേ. ഓക്കെ, മനുഷ്യരല്ലേ തെറ്റിപ്പോകുന്നത്. ഞാൻ ഇത് ഇന്നലെ ഒന്നും ഉറങ്ങിയിട്ടില്ല. ഇതിൻ്റെ ഒരു ഇതില്ലേ, നമ്മൾ സ്ലൈഡ് ശരിയാക്കി വെക്കും, പക്ഷേ ഇതിന് വേണ്ടി പ്രിപ്പറേഷൻ എടുക്കും. കാരണം നമ്മളിങ്ങനെ എടുക്കും. നമുക്ക് ഇപ്പോൾ സ്ലൈഡ് ഒരു രാത്രിക്ക് ഉണ്ടായി കഴിഞ്ഞാലും നമ്മൾ എടുക്കും, പക്ഷെ അതിന് മുമ്പ് നമ്മൾ തയ്യാറെടുക്കും. അഥവാ ഇതെങ്ങനെയാണ്, അതെങ്ങനെ പറഞ്ഞു കൊടുക്കാം, എങ്ങനെ അത് കറക്റ്റായിട്ട് എടുക്കാം. അതുകൊണ്ടേ എനിക്ക് ഭയങ്കര തലവേദനയൊക്കെ ഇപ്പോഴും എടുക്കുന്നുണ്ട്. ഓക്കെ, തലവേദന എടുക്കുന്നത് അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് തെറ്റിപ്പോകും. ഓക്കെ, ഞാൻ ഈ ഒരു സെൻറ്റൻസ് ഒന്നുകൂടി പറഞ്ഞുതരാം. ഓക്കെ, 4ാമത്തെ പോയിന്റാണ് ഇപ്പോൾ പറയാൻ പോണേ, അത് ശ്രദ്ധിക്കുക. എ നെയ്ബർ വുമൺ കേം ടു സീ ഹിം. നമ്മുടെ നെയ്ബർ വുമൺ ആരെ കാണാൻ വന്നു? ഓൾഡ് മാനെ കാണാൻ വന്നു. ഷീ സെഡ് ദാറ്റ് ഹി വാസ് ആൻ ഏഞ്ചൽ. ഇതൊരു ഏഞ്ചലാണ് എന്നാണ് ആര് പറയുന്നത്? നമ്മുടെ നെയ്ബർ വുമൺ പറയുന്നത്. ഹി ബിലീവഡ് ദാറ്റ് ഹി ഹാഡ് കം ഫോർ ദ ചൈൽഡ്. അഥവാ പെലയോടെ കൊച്ചിന് വേണ്ടിയിട്ടാണ് ആര് വന്നതെന്നാണ്? ഓൾഡ് മാൻ വന്നതെന്നാണ് ആര് പറയുന്നത്? നമ്മുടെ നെയ്ബർ വുമൺ പറയുന്നത്. ഓക്കെ, എനിക്ക് ഭയങ്കര തലവേദനയൊക്കെ എടുക്കുന്നുണ്ട്, അതുകൊണ്ടാണ് തെറ്റിപ്പോടെ. സോറി പറയാം. ഓക്കെ, അങ്ങനെ നമ്മൾ 5ാമത്തെ പോയിന്റിലേക്ക് പോവാണ്. ഓക്കെ, ഇപ്പം 5 ഇനി ഒരു 6 പോയിന്റ് കൂടി ഉള്ളു. ഇനി ഒരു 6 പോയിന്റിലൂടെ നമ്മൾ എന്ത് തീർക്കും? ഒരു ചാപ്റ്റർ തീർക്കും. ഓക്കെ, നോക്കാം. ലോക്ക്ഡ് ഹിം ഇൻ ദ ചിക്കൻ കൂപ്പ്. ഒരു ചിക്കൻ കൂപ്പില് ആരെ? ചിക്കൻ കൂപ്പ് മീൻസ് കോഴിക്കൂട്. ചിക്കൻ കൂപ്പ് മീൻസ് കോഴിക്കൂട്. കോഴിക്കൂട്. ഓക്കെ, ചിക്കൻ കൂപ്പ് കോഴിക്കൂടിൽ എന്ത് ചെയ്തു? അടച്ചു. കോഴിക്കൂട്ടിൽ അടച്ചു. നെക്സ്റ്റ് ഡേ many people came to see angel. അടുത്ത ദിവസം കുറേ ആൾക്കാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജനസമുദ്രം പോലെ എന്താണ്, കുറേ ആൾക്കാർ ആരെ കാണാൻ വന്നിരിക്കുന്നു? നമ്മുടെ ഓൾഡ് മാനെ കാണാൻ വന്നിരിക്കുന്നു. എൻ്റെ പൊന്നോ, ഇത് പെലയൊക്കെ ഇറങ്ങി നോക്കുമ്പോൾ മുറ്റത്ത് ഫുള്ള് ആൾക്കാർ. അത് ആലോചിച്ച് നോക്കിയേ, നമ്മൾ ഇങ്ങനൊരു സംഭവം നടന്നിട്ട് രാത്രി കിടന്നിറങ്ങി, രാവിലെ എണ്ണിച്ച് നോക്കുമ്പോൾ മുറ്റത്ത് നിറയെ ആൾക്കാർ. അതെ, ചങ്ങായി പേടിച്ചു പോയി നമ്മളെ പെലയോ. ഓക്കെ, they treated like a circus animal and they showed him no respect. അഥവാ ഇവിടുത്തെ ആൾക്കാർ അതൊരു സൂപ്പർ നാച്ചുറൽ ക്രീച്ചറിനെ പോലെയല്ല, അതൊരു വെറും ഒരു സർക്കസ് ആനിമൽ. അഥവാ ഒരു സർക്കസിലെ ആനിമൽ എങ്ങനെയാണ് അത് കാണിക്കുമ്പോൾ പലവരും ചിരിക്കും, ചിലവർ സാധനമൊക്കെ എടുത്ത് എറിയും. അതേപോലെയാണ്
ആ ഒരു ഓൾഡ് മാനെ കണ്ടപ്പോൾ ആൾക്കാർ ചെയ്തത്. അപ്പോൾ ഞാൻ ഒരു ഏഞ്ചലാണെന്നുള്ള ഒരു റെസ്പെക്റ്റ് ഇല്ല. ഈ ഒരു പോയിന്റ് നിങ്ങൾ എന്ത് ചെയ്യുക, നോട്ട് ചെയ്ത് വെക്കുക. പല ക്വസ്റ്റ്യൻസൊക്കെ നിങ്ങളിൽ നിന്ന് വരാറുണ്ട്. ഓക്കെ, അപ്പോൾ ചെറിയ ക്വസ്റ്റ്യൻസൊക്കെ വരുമ്പോൾ ഇതേപോലത്തെ പോയിന്റുകളൊക്കെ എന്ത് ചെയ്യും, വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ ഒരു പോയിന്റ് എന്ത് ചെയ്യുക, ഇത് ചെയ്യുക. ദേ ട്രീറ്റഡ് സർക്കസ് ആനിമൽ ആൻഡ് ഷോഡ് ഹിം നോട്ട് റെസ്പെക്റ്റ് എന്നൊരു പോയിന്റ് നിങ്ങൾ ഓർത്ത് വച്ചിരിക്കുക. ഇനി 6ാമത്തെ പോയിന്റാണ് പറയുന്നത്, ദ കപ്പിൾസ് സ്റ്റാർട്ടഡ് ചാർജ് മണി ഫ്രം വിസിറ്റേഴ്സ്. ഓക്കെ, വിലയൊക്കെ അപ്പം എന്ത് ചെയ്ത്, ഇത് നമുക്കൊരു വരുമാന മാർഗമാവും. അതുകൊണ്ട് ഇത്ര ആൾക്കാരുണ്ടല്ലോ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇവരെ കാണാൻ വേണ്ടിയിട്ട്, അഥവാ നമ്മുടെ ഏഞ്ചലിനെ കാണാൻ വേണ്ടിയിട്ട് നമുക്കൊരു എന്ത് ചെയ്യിക്കാം, കുറച്ച് മണി ചാർജ് ചെയ്യാം. കുറച്ച് പൈസ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ ഇവർ പൈസ വന്നിട്ട് നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് വന്ന് നിന്നോ. നമ്മുടെ വീടിൻ്റെ മുറ്റമാണല്ലോ, നമ്മുടെ വീടിൻ്റെ മുറ്റമായതുകൊണ്ട് നമ്മൾ പറയുന്ന കാശ് കൊടുക്കണം. ഞാൻ വെറുതെ ഹൈലൈറ്റ് ചെയ്തതാണോ, അല്ല ഹൈലൈറ്റ് ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് വെറുതെ ഇട്ടതാണ്. മാറ്റണമെങ്കിൽ മാറ്റാം. ഓ, ഇപ്പോൾ മാറ്റാവേ. ഓക്കെ, സെറ്റല്ലേ? ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യാൻ തുടങ്ങി, പൈസ ഈടാക്കാൻ തുടങ്ങി. ദ കോർട്ട് യാർഡ് വിൽ ബി ക്രൗഡഡ്. കുറേ ആൾക്കാരെ കൊണ്ട് എന്ത് ചെയ്ത് നമ്മുടെ മുറ്റം നിറഞ്ഞു. പീപ്പിൾ കെയിം ടു ദ ഫാർ അവേ പ്ലേസസ് ടു സീ ദ മിറാക്കിൾ. ഈ ഒരു മിറാക്കിൾ കാണാൻ വേണ്ടിയിട്ട് പല രാജ്യത്തിൽ നിന്നും പല സ്ഥലത്തും നിന്നും എന്ത് ചെയ്തു പറഞ്ഞു, ആൾക്കാർ വരാൻ തുടങ്ങി. ഇതെന്താ പറ്റിയെന്ന് പറഞ്ഞുകൊണ്ട് ഇതിങ്ങനെ ഒരു കാര്യം നടക്കുമോ ഇതൊക്കെ കാണാൻ വേണ്ടി കുറേ ആൾക്കാർ, അഥവാ ഇപ്പം നമ്മൾ ഇന്ത്യയിൽ നടക്കുകയാണെങ്കിൽ അർജൻറ്റീന, അഥവാ അർജൻറ്റീനയാണ് ഇരിക്കണേ, സൗത്ത് അമേരിക്കയിൽ നിന്ന്, നോർത്ത് അമേരിക്കയിൽ നിന്ന്, യൂറോപ്പിൽ നിന്ന്, അങ്ങനെ കുറേ ആൾക്കാർ എന്ത് ചെയ്യാൻ പോയി, അവിടെ നിന്നൊക്കെ വന്ന് ഇതൊക്കെ കാണാൻ തുടങ്ങി എന്നാണ് പറയുന്നത്. ഓക്കെ, എന്നാൽ നമ്മൾ 7ാമത്തെ പോയിന്റിലേക്ക് പോവാണ്. 7ാമത്തെ പോയിന്റിലേക്ക് പോവാണ് നമ്മൾ. ഓക്കെ, നോക്കുക. ദ ഏഞ്ചൽ ഷോഡ് ഗ്രേറ്റ് പേഷ്യൻറ്റ്. പുള്ളിക്കാരൻ ഭയങ്കര സമാധാനം കാണിച്ചു, അഥവാ എന്ത് ചെയ്തു, ക്ഷമ കാണിച്ചു. ക്ഷമ. ഓക്കെ, നല്ലോണം എന്ത് കാണിച്ചു, നല്ലോണം ക്ഷമ കാണിച്ചു. പേഷ്യൻറ്റ് മീൻസ് ക്ഷമ. Patient means Shema. Okay. Okay. Patient means Shema. Okay. Patient means Shema there. ക്ഷമ. കേട്ടല്ലേ, ഇതാണ് കറക്റ്റല്ലേ? ഓക്കെ, ക്ഷമ. പുള്ളിക്കാരൻ ഭയങ്കര ക്ഷമ കാണിച്ചു. അപ്പോൾ പീപ്പിൾ ത്രൂ സ്റ്റോൺസ് അറ്റ് ഹിം, പുൾഡ് ഹിസ് ഫെദേഴ്സ് ബട്ട് ഡിഡ് നോട്ട് റിയാക്ട്. ആൾക്കാർ കല്ലുകൾ എടുത്തെറിഞ്ഞു. ആൾക്കാർ എന്ത് ചെയ്തു, ആൾക്കാർ കല്ലുകൾ എടുത്തെറിഞ്ഞു. വേറെ എന്ത് ചെയ്തു, പുള്ളിക്കാരൻ്റെ ഫെദേഴ്സ് പിടിച്ചു വലിച്ചു. പക്ഷേ പുള്ളിക്കാരൻ എന്ത് ചെയ്തില്ല, റിയാക്ട് ചെയ്തില്ല. ഇതൊന്ന് എന്ത് ചെയ്ത് വെച്ചിരിക്കുക, ഈ ഒരു കാര്യം നോട്ട് ചെയ്ത് വെച്ചിരിക്കുക. People threw stones at him and pulled his feathers, but he did not react. ഇയാൾ ഒന്നും ചെയ്തിട്ടില്ല. അവരെ. 8ാമത്തെ പോയിന്റ് പറയാണ്, സ്പൈഡർ വുമൻ ഷോ കേം ടു ഡു ദ ടൗൺ. ടൗണിൽ ഒരു സ്പൈഡർ വുമൻ്റെ ഷോ
നടക്കാൻ പോവാണ്, വരികയാണ്. Her story was easily to understand and the ticket was cheaper. എന്താണ് അവരുടെ കഥ കേൾക്കാൻ പെട്ടെന്ന് നമുക്ക് അണ്ടർസ്റ്റാൻഡ് ആവും, നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. പിന്നെ അവരുടെ ടിക്കറ്റ് ചാർജ് കുറവായിരുന്നു. അഥവാ നമ്മുടെ ഏജൻറ്റിനെക്കാട്ടും കുറവായിരുന്നു. അപ്പോൾ എന്ത് ചെയ്തു, നമ്മളെന്ത് ചെയ്യുക, ഓഫർ കണ്ട അങ്ങോട്ട് ചാടും, അതിനെക്കാട്ടും ഓഫർ തന്നെ ഇവിടെ ചാടും. അങ്ങനെയല്ലേ നമ്മൾ. ഇപ്പോൾ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഒരു സാധനം ഓർഡർ ചെയ്യണം. ഓക്കെ, ഫ്ലിപ്കാർട്ടിൽ നിന്ന് നമ്മളൊരു മൊബൈൽ ഫോൺ വാങ്ങുകയെന്ന് വിചാരിച്ചു. ഐഫോൺ വാങ്ങണമെന്ന് വിചാരിച്ചു. ഒരു 30,000 രൂപയ്ക്ക്. ഓക്കെ, പഴയതുണ്ടോ, ഇപ്പോഴത്തെ ആണെങ്കിൽ 1.5 ലക്ഷം രൂപ 50,000 രൂപ കൊടുക്കണം. ഓക്കെ, 30,000 ഫ്ലിപ്കാർട്ട്. ഓക്കെ, ഫ്ലിപ്കാർട്ടിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, വാങ്ങുകയാണ്. അപ്പോൾ നമ്മൾ വെറുതെ ഒന്ന് എന്തായാലും വാങ്ങാൻ തീരുമാനിച്ചു. അപ്പോൾ നമ്മൾ പ്രൈസ് കമ്പാരിസന് വേണ്ടിയിട്ട് എന്ത് ചെയ്തു, ആമസോണിൽ ഇതിൻ്റെ വില നോക്കിയപ്പോൾ അവിടെ 21,000 എന്ന് കാണിച്ചു. ഓക്കെ, 21,000. അപ്പം പിന്നെ നമ്മൾ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങുമോ അതോ ആമസോണിൽ നിന്ന് വാങ്ങുമോ? ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങുമോ അതോ ആമസോണിൽ നിന്ന് വാങ്ങുമോ? ആമസോണിൽ നിന്ന് വാങ്ങും, നമുക്ക് ലാഭം എവിടെയാണ്? ആമസോൺ. ഫ്ലിപ്കാർട്ടിൽ ലാഭമുണ്ടോ? ഇല്ല. അപ്പോൾ നമ്മൾ ഒന്ന് കണ്ടാൽ അതാണോ ഇതാണോ നല്ലതെന്ന് നോക്കിയിട്ട് അതിലേക്ക് ചാടും. അതേപോലെ എന്ത് ചെയ്തു, പീപ്പിൾസ് അത് വന്നപ്പോൾ എന്ത് ചെയ്തു, വാട്ട് ടു സീ ഹെർ ആൻഡ് ദ ഏഞ്ചൽ ലോസ് ഹിസ് പോപ്പുലാരിറ്റി. പുള്ളിക്കാരൻ്റെ പോപ്പുലാരിറ്റി എവിടെ പോയി? താന്നുപോയി. ഓക്കെ, ഈ 8 പോയിന്റ് ഇപ്പം പറഞ്ഞ ഈ 8 പോയിന്റും ഓക്കെയാണ്. ഇപ്പം പറഞ്ഞ ഈ 8 പോയിന്റ് ഓക്കെ ആണെങ്കിൽ മാത്രമാണ് നമ്മൾ അടുത്ത ആ ഒരു 4 പോയിന്റിലേക്ക് കിടക്കുകയുള്ളൂ. ഓക്കെ, 4 പോയിന്റല്ലേ എൻ്റെ ഉള്ളത്? അല്ല, 3 പോയിന്റ്. അടുത്ത തന്നെ ആ ഒരു 3 പോയിന്റിലേക്ക് നമ്മൾ കിടക്കുകയുള്ളൂ. ഓക്കെ, ക്ലിയർ സാർ. ഓക്കെ സാർക്ക് മനസ്സിലായില്ല. വിശദമാക്കി ടെക്സ്റ്റ് ബുക്ക് വിശദമാക്കി പഠിപ്പിക്കുമോ? അതൊക്കെ നമ്മൾ വിശദമാക്കി പഠിപ്പിച്ച 4 പാർട്ട് വെച്ച് വിശദമായി പഠിപ്പിച്ചു. അത് നമ്മൾ എന്തിലിട്ടുണ്ട്, നമ്മുടെ യൂട്യൂബ് ചാനലിൽ കിടപ്പുണ്ട്, നിങ്ങൾ വേണമെങ്കിൽ പോയി കണ്ടോ. ഓക്കെ, നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ഒരു റിവിഷൻ വീഡിയോ പിന്നെ ഇടാം. ഓക്കെ, ഇതിന് റിവിഷന് വേണ്ടിയിട്ടായിട്ട് ഒരു വീഡിയോ പിന്നെ ഇടാം. ഓക്കെ, എന്തായാലും നമ്മൾ 9ാമത്തെ ഇതിലേക്ക് പോവാണ്. പെലയോ ആൻഡ് എലിസൻഡ കേംഡ് റിച്ച്. അവരൊക്കെ റിച്ചായി ആൻഡ് ബിൽഡ് എ ബിഗ് മാൻഷൻ. ബിഗ് മാൻഷൻ മീൻസ് കൊട്ടാരം. മാൻഷൻ മീൻസ് കൊട്ടാരം. ബിഗ് മാൻഷൻ മീൻസ് വലിയ കൊട്ടാരം. വലിയ വീട് എഴുതിയാലും മതി കേട്ടോ. വലിയ വീട് അല്ലെങ്കിൽ കൊട്ടാരം. അല്ല സോറി വലിയ വീടെന്ന് എഴുതിയാൽ മതി. ഒരു കൊട്ടാരം എന്ന് എഴുതി നമുക്ക് സമയം കളയണം. വലിയ വീട്. ഓക്കെ. അങ്ങനെ they completely ignore the angel and he stayed dirty chicken coop. പുള്ളിക്കാരൻ്റെ മൊത്തത്തോടെ എന്ത് ചെയ്തു, ഒഴിവാക്കി. ഇഗ്നോർ മീൻസ് ഒഴിവാക്കി. പുള്ളിക്കാരൻ്റെ മൊത്തത്തോടെ എന്ത് ചെയ്തു, ഒഴിവാക്കി. ഫുള്ളായിട്ട് എന്ത് ചെയ്തു, ഇഗ്നോർ മീൻസ് ഒഴിവാക്കി. ഇവിടെ ഓക്കെ.
ഫുള്ളായിട്ട് ഒഴിവാക്കി. എന്ത് ചെയ്തു? ഫുള്ളായിട്ട് ഒഴിവാക്കി. ഓക്കെ ഓക്കെയാണ്, സെറ്റല്ലേ? ഫുള്ളായിട്ട് ഒഴിവാക്കി. പുള്ളിയാരിപ്പോൾ എവിടെ താമസിക്കണേ? ദ ഡേർട്ടി ചിക്കൻ കൂപ്പ്. പണ്ടത്തെ പോലെ നല്ല ചിക്കൻ കൂപ്പാണോ ഇപ്പോൾ? അല്ല, ഡേർട്ടി ആയിട്ടുള്ള ആ ചിക്കൻ കൂപ്പിലാണ് ഇപ്പോൾ ആരുടെ താമസം? നമ്മുടെ ഓൾഡ് മാൻ്റെ താമസം. ദ ഏഞ്ചൽ ബിക്കെയിം വെരി വീക്ക്. പിന്നെ ആര് വീക്കായിക്കൊണ്ടിരുന്നു? നമ്മുടെ ഏഞ്ചൽ വീക്കായിക്കൊണ്ടിരുന്നു. ഹി കുഡ് നോട്ട് ഈറ്റ് വെൽ ആൻഡ് ഹിസ് ഐസ് വിൽ ബി ഡൾ. പുള്ളിയാരെ ഒന്നും കഴിക്കുന്നുമില്ല. പിന്നെ എന്തായി? വേറെ ഐസ് എന്തായി? ഡള്ളായി തുടങ്ങി. ദ കപ്പിൾസ് ത്രൂ ഹി കുഡ് ഡൈ. കപ്പിൾസ് വിചാരിച്ചു ഇയാളിനി മരിക്കാൻ പോവുകയാണ്, ഇനി സർവൈവ് ചെയ്യില്ല എന്ന് വിചാരിച്ചു. ബട്ട് ഹി വാസ് സർവൈവ്ഡ് ദ വിന്റർ. വിന്ററിൽ പുള്ളിയാരെ എന്ത് ചെയ്തു? സർവൈവ് ചെയ്തു. ന്യൂ വെതേഴ്സ് ഗ്രൂ ഓൺ ഹിസ് ഹൗസ് അല്ല, ഹിസ് വിഡ്സ്. ഓക്കെ, പുള്ളിയാരുടെ ചിറകിൽ എന്ത് ചെയ്തു? കുറെ വെതേഴ്സ് കൂടുതൽ വന്നു. അങ്ങനെ ഹി ബിക്കേം സ്ട്രോങ്ങർ. ഓർമ്മയുണ്ടോ റാപ്പിഡ് ഫയറിൽ വന്നത്? ഹി ബിക്കേം സ്ട്രോങ്ങർ. ദിവസം വന്നപ്പോൾ പുള്ളിക്കാരൻ എന്താ ചെയ്തതെന്ന് ചോദിച്ചില്ലേ? ഓർമ്മയുണ്ടോ? അതാണ്. ഓക്കെ 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 ആണെങ്കിൽ നമ്മൾ ലാസ്റ്റ് പോയിന്റിലേക്ക് പോവാണ്. ഓക്കെ, ലാസ്റ്റ് പോയിന്റ്. അത് കൂടി പറഞ്ഞത് നമ്മുടെ റാപ്പിഡ് റിവിഷൻ ഇവിടെ തീരും. അതായത് നമ്മൾ ബാക്കിയുള്ള ആക്ടിവിറ്റീസിലേക്ക് കിടക്കുകയാണ്. ഇപ്പം തന്നെ നമ്മൾ കുറച്ച് നേരമായി എന്താ പറഞ്ഞുകൊണ്ടിരുന്നത്. നമുക്ക് കുറേ പറയാനുണ്ട്. ഓക്കെ, അപ്പോൾ അതെ തുടങ്ങുകയാണ്. ഓക്കെ, തീർക്കുകയാണ്. വൺ ഡേ ഹി ട്രൈഡ് ടു ഫ്ലൈ. പുള്ളിക്കാർ പിന്നെ ഫ്ലൈ ചെയ്യാൻ, പറക്കാൻ വേണ്ടി ട്രൈ ചെയ്യാണ്. ഹിസ് ഫ്ലൈറ്റ് വാസ് സ്ലോലി ആൻഡ് അണ്ടർസ്. പുള്ളിക്കാർ ഭയങ്കര സ്ലോ ആയിട്ടും അനലൈസായിട്ടാണ് എന്ത് ചെയ്യുക പഠിക്കുന്നത്. ബട്ട് ഈ ലാസ്റ്റ് ഫ്ലോ ഇൻ ടു ദ സ്കൈ. പക്ഷേ ആര്? നമ്മുടെ ഓൾഡ് മാൻ നല്ലോണം പറഞ്ഞ് പോവാണ്. എലിസണ്ട വാച്ച്ഡ് ഹിം ആൻഡ് ഫെൽറ്റ് റിലീഫ്. റിലീഫ് മീൻസ് സമാധാനം. ഓക്കെ, റിലീഫ് മീൻസ് സമാധാനം. ഓക്കെ, പിന്നെ എന്താ പറയണേ? ഹി നോട്ട് ലോങ്ങർ ദ ബ്രൂട്ടൻ ഇൻ ഹെർ ലൈഫ്. ഇനി ബ്രൂട്ടൻ മീൻസ് ഒരു പുള്ളിക്കാരെ ഇനി കുറേ നാളത്തേക്ക് നമ്മുടെ എന്തെയില്ല, നമ്മുടെ ഒരു ഭാരമായിട്ട്, നമ്മുടെ ജീവിതത്തിലൊരു ഭാരമായി ഇനി വരില്ല. ഭാരമായി അതല്ല ഓക്കെ, ഭാരമായി ഇനി വരില്ല എന്ന് ആര് പറഞ്ഞു? എലിസണ്ട പറയുകയാണ്. അവിടെയാണ് എന്ത് തീരുന്നത്? നമ്മുടെ കഥ തീരുന്നത്. ഓക്കെ ആണോ? 11 പോയിന്റും ഓക്കെ ആണെങ്കിൽ 11 പോയിന്റ് ഓക്കെ ആണെങ്കിൽ നമ്മൾ ഇനി പോവാണ്. ഇനി അടുത്തയിലേക്ക് നമ്മൾ പോവാണ്. ഓക്കെ, സെറ്റാണോ? എനിക്ക് എൻ്റെ ഉറക്കം വരണം. അപ്പോൾ നിങ്ങൾക്ക് ഉറക്കം വരില്ലേ? 3 മണിയൊക്കെ കഴിഞ്ഞ് ചോറൊക്കെ കൊണ്ട് കഴിഞ്ഞ് ഉറങ്ങണ സമയമാണ് പലരും. ഓക്കെ, എനിക്കിപ്പോൾ ജലദോഷമുണ്ട് ചെറുതായിട്ട്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് നമ്മൾ തുടങ്ങല്ലേ? ഓക്കെ, അപ്പോൾ നമ്മൾ തുടങ്ങിയിട്ടേ ഉള്ളൂ ശരിക്കും. ഓക്കെ, നമ്മുടെ പ്ലാനിലെ രണ്ടാമത്തെ ഒരു ഇതായിട്ടുള്ളൂ. ഓക്കെ, നമ്മുടെ പ്ലാനിലെ രണ്ടാമത്തെ ഒരു ഇതായിട്ടുള്ളൂ. ഓക്കെ, ഇതാണ് 3ാമത്തെ. ഇതുകൊണ്ട് കഴിഞ്ഞ് നമ്മൾ ഇത് അടുത്തയിലേക്ക് പോകും. ഓക്കെ, പെട്ടെന്ന് തന്നെ പോവാം. അടുത്താണ് റിവിഷൻ നോട്ടുകൾ. നിങ്ങൾ അറിയാമല്ലോ, നമ്മൾ റിവിഷൻ നോട്ടൊക്കെ എപ്പോഴും തന്നെയാണ്. ഫസ്റ്റ്, സെക്കൻഡ്, തേർഡിൻ്റെയൊക്കെ റിവിഷൻ നോട്ടാണ് ഇപ്പോൾ തരാൻ പോണത്. ശ്രദ്ധിച്ചിരിക്കാം. വെൻ ഡേ പെലയോ
saw a old man with an enormous in his hand. ആടിന് ആരെ കണ്ടു? ഓൾഡ് മാനെ കണ്ടു. മാൻ ലൈഫ് ഫേസ് ഇൻ ടു ബഡ്, പിന്നെ കുഡ് നോട്ട് ഗെറ്റ് അപ്പ്, ഇതൊക്കെ നമ്മൾ പറഞ്ഞാണ്. ഈ ഡ്രസ്ഡ് ലൈക്ക് എ റാപ്പ് പിക്കർ, ആക്രിക്കാരനെ പോലെയാണെന്ന് നമ്മൾ കുറേ പ്രാവശ്യം പറഞ്ഞു. ഇതൊക്കെ നമ്മൾ പറഞ്ഞാണ്. ഓക്കെ, എൻ്റെ പാട്ട് ഇപ്പോഴും പറഞ്ഞു. ഓക്കെ, ഇത് സെക്കൻഡിലാണിത്. ഓക്കെ, നമ്മൾ ഫസ്റ്റും സെക്കൻഡും തേർഡും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഫസ്റ്റും സെക്കൻഡും തേർഡും പറഞ്ഞിട്ടുണ്ട്. ഈ ഫോർത്തിലെയാണ് പറയാനുള്ളത്. പീപ്പിൾ made the name crucially. At the time, the Spider-Woman show came to the town. ടൗണിലെ സ്പൈഡർ-വുമൻ ഷോ വരികയാണ്. ബിക്കോസ് ഹി വാസ് ചീപ്പറാണ് പുള്ളിക്കാരത്തി. ഇൻട്രസ്റ്റിംഗ് ടു ദ ടോക്ക്. അവരോട് എന്ത് ചെയ്യാം, സംസാരിക്കാം. പക്ഷേ ഓൾഡ് മാൻ എന്താണ്, സംസാരിക്കില്ല. പുള്ളിക്കാരൻ വെറുതെ ഇങ്ങനെ ഇരിക്കുള്ളൂ. വേണമെങ്കിൽ കണ്ടിട്ട് പോവുക, അല്ലെങ്കിൽ എറിഞ്ഞിട്ട് പോവുക, പറിച്ചിട്ട് പോവുക, അങ്ങനെയൊക്കെ. അഥവാ ദിവസം ഇങ്ങനെ പറിക്കുക, പിന്നെ പുള്ളിക്കാരെ ഇടിക്കുക, കല്ലെടുത്ത് എറിയുക, ഇതൊക്കെയാണ് അവിടെ ചെയ്യാൻ പറ്റുള്ളൂ. പല നെയിൽസ് ആൻഡ് ബിക്കം റിച്ച് ബിക്കോസ് ഫോർ ദ ഏഞ്ചൽ കാരണം അവരെന്ത് റിച്ചായി. ദേ ബിൽഡ് ബിഗ് മാൻഷൻസ് പറഞ്ഞു. ആൻഡ് കംപ്ലീറ്റ്ലി ഇൻഡിക്കേറ്റഡ് ദ ഏഞ്ചൽ. ഈ ഒരു വാക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല. ഇതിന് പകരമാണ് നമ്മൾ എന്ത് ചെയ്തത്, ഇഗ്നോർ എന്ന് പറഞ്ഞു. ഞാൻ പെട്ടെന്ന് മേടിച്ച് എന്നാ വന്നേത്. ഓക്കെ, അതിന് പകരമാണ് നമ്മൾ എന്ത് ചെയ്തത്, ഇഗ്നോർ എന്ന് പറഞ്ഞാൽ ആ ഒരു വാക്ക് നമ്മൾ ചേർത്തത്. ഓക്കെ, ഇഗ്നോർ എന്നാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, അഥവാ എന്ത് ചെയ്തു, എന്തെങ്കിലും മാറ്റി നിർത്തി, അഥവാ ശ്രദ്ധിക്കുന്നില്ല. ഓക്കെ, അങ്ങനെയാണ്. എന്താണ് നമ്മൾ നേരത്തെ പറഞ്ഞത്, ഒഴിവാക്കി. ഇഗ്നോർ മീൻസ് ഇഗ്നോർഡ്. ഓക്കെ, ഇഗ്നോർഡ്, ഇഗ്നോറെന്നും പറയാം. ഓക്കെ, ഇഗ്നോർ. ഓക്കെ, ഇഗ്നോർ ചെയ്തു. ഓക്കെ, ഇഗ്നോർഡ് ചെയ്തു, അഥവാ ഒഴിവാക്കി. ഒഴിവാക്കി എന്ന് വെച്ചാലും മതി, എന്താന്ന് വെച്ചാൽ ചെയ്തു. ഓക്കെ, ദ ചിക്കൻ കൂപ്പ് കേം ഡേർട്ടി ആൻഡ് അൺപ്ലീസ്ഡ്. അഥവാ ഡേർട്ടിയായി, താമസിക്കാനാവാത്ത വിധം എന്ത് ചെയ്തു, ആ ചിക്കൻ കൂപ്പ് നാശമായി. ദ ചൈൽഡ് ഗ്രോ അപ്പ് ആറ്റ് ദ പ്ലേ നിയർ ദ ഏഞ്ചലിനോട് ആ ഒരു കൊച്ച്, അഥവാ നമ്മൾ ആ കൊച്ചിനെ കഴിഞ്ഞ വീഡിയോയിൽ പേരിട്ട് സുബ്രൂട്ടൻ എന്നാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പേരിട്ട്. ഇപ്പോൾ മാറ്റണമെങ്കിൽ മാറ്റാം. ഓക്കെ, ഉണ്ണിക്കുട്ടൻ എന്ന് കിട്ടാല, ഉണ്ണിക്കുട്ടൻ നല്ല പേരല്ലേ. ചൈൽഡ്, ഇപ്പോൾ ചൈൽഡ് തന്നെ വിളിക്കാം. ചൈൽഡ് ആൻഡ് ദ ഏഞ്ചൽ ചിക്കൻ ബോക്സ്. അഥവാ രണ്ടുപേർക്കും ഒരേ സമയം ചിക്കൻ ബോക്സ് എന്ന രോഗം പിടിപെട്ടോ. ചിക്കൻ ബോക്സ് മീൻസ് അതൊരു രോഗമാണ്. ഓക്കെ, നിങ്ങളിനി അതുമല്ല ഫുഡാണെന്ന് പറയരുത്, രോഗമാണ്. ഓക്കെ, ചിലവരുണ്ട് അത് ഫുഡാണെന്ന് പറയണത്, ഇപ്പോഴും പറഞ്ഞു നടക്കണവരുണ്ട്, അതാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, തോകം. എൻ്റെ പൊന്നു മക്കളെ, ഞാൻ എഴുതുന്നത് മനസ്സിലാവണമെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇപ്പോൾ പറഞ്ഞിട്ട് തോകമെന്ന് വായിക്കണത്. രോഗം. ഓക്കെ അല്ലേ? അണ്ടർലൈൻ ചെയ്യണോ? അണ്ടർലൈൻ ചെയ്ത് നോക്കി അണ്ടർലൈൻ ചെയ്യാം. പിന്നെ ഹൈലൈറ്റ് ചെയ്യണമെങ്കിൽ ഹൈലൈറ്റും ചെയ്യാം. അപ്പോൾ സാർ ഹൈലൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നോട്ടിൽ ഇങ്ങനെ വരില്ലേ, അപ്പോൾ ഞങ്ങൾക്ക് വായിക്കാൻ ബുദ്ധിമുട്ടാവില്ലേ മക്കളെ? ഹൈലൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് രണ്ട് വഴിയുണ്ട്. കാരണം നമ്മൾ അഥവാ ഇതേപോലെ ഇങ്ങനെ വരച്ച നോട്ടും വരയ്ക്കാത്ത നോട്ടും, അഥവാ എഴുതിയ നോട്ടും എഴുതാത്ത നോട്ടും ആയിട്ടാണ് നിങ്ങൾക്ക് തരുന്നത്. അതല്ല എഴുതിയ മാത്രം നോട്ടായിട്ട് നിങ്ങൾക്ക് തരില്ല, രണ്ടും ഒരുമിച്ച് തരുന്നു. ഓക്കെ, ഓക്കെയാണോ? എനിക്ക് തലദോഷ. The doctor checked the angel and he was surprised that which looked natural and the words have the wings. അതെന്താണ്?
നാച്ചുറലായിട്ടാണ് ആ വിൻസ് നിൽക്കുന്നത്, അഥവാ പുറത്തുനിന്ന് ആരെങ്കിലും ഫിറ്റ് ചെയ്ത് കൊടുത്തതോ വേറെ ഒന്നുമല്ല, അത് നാച്ചുറലാണ്. നമ്മുടെ കൈ നാച്ചുറൽ അല്ലേ, എല്ലാവർക്കും കയ്യിൽ തല കണ്ണ് മൂക്ക് അതേപോലത്തെ നമ്മുടെ ആന്തരിക ഇതില്ലേ, നമ്മുടെ ഓർഗനിസം പോലെ തന്നെയാണ് അതും വർക്കാവുന്നത്. ഓവർ ടൈം ദ സൺ ആൻഡ് ദ റെയിൻ ഡിസ്റ്റോർ ദ ചിക്കൻ കൂപ്പ് ആരൊക്കെ നശിപ്പിച്ച് റെയിൻ ആൻഡ് മഴയും സൂര്യനും കാരണം എന്ത് നശിച്ചോ, നമ്മുടെ ഓൾഡ് മാൻ്റെ വീട് നശിച്ചു, ചിക്കൻ കൂപ്പ് നശിച്ചു. ഓക്കെ, ഓൾഡ് മാൻ became very weak and sick and moved like a strange dried man. He could not haggle that he looked like an ordinary suffer man. അഥവാ പുള്ളിക്കാരൻ ഭയങ്കര സഫർ മാനായിട്ട് പോലെയാണ് പുള്ളിക്കാരൻ്റെ ഇപ്പോൾ കാണാൻ പറ്റുന്നത്. ഓക്കെ ആണോ? പറഞ്ഞോ, മനസ്സിലായോ? എനിക്കേ ജലദോഷമാണ്, അത് ചെറിയൊരു ഇത് നമ്മൾ പറയണോ? നിങ്ങൾ വായിച്ചോളില്ലേ? പറയണോ? കുറച്ചുകൂടി ഉണ്ട്, വേണമെങ്കിൽ പറയാം. ഓക്കെ, നമുക്ക് പറയാതിരിക്കേ, ജലദോഷം ആയതുകൊണ്ട് കുറേ നേരം ക്ലാസ് എടുക്കാൻ പറ്റില്ല. എന്തായാലും നിങ്ങൾക്ക് ഇത് ഇത്ര പറഞ്ഞു തരണം. ഇപ്പോൾ റിവിഷൻ നോട്ടൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് വായിച്ചാൽ പോരെ. അപ്പോൾ ഞാൻ ഇത്ര പറയുന്നില്ല, ഈ ഹൈലൈറ്റ് ചെയ്തൊന്നും വായിക്കുകയാണ്. ഓക്കെ, രോഗം എന്നുള്ളത് അവിടെ കിടന്നോട്ടെ. ഓക്കെ, ഓക്കെ ഓക്കെ അല്ല, രോഗവും മാറ്റിക്കാം, അതിന് മാത്രം രോഗം ചോദിച്ചാണ്. ഓക്കെ 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 ആണോ? സെറ്റാണോ? ഇത് വായിച്ചെടുത്താൽ നമ്മൾ ഇത് കൊടുക്കുന്നുണ്ട്. എന്തായാലും നമ്മൾ പോവുകയാണ് ക്യാരക്ടർ സ്കെച്ചിലേക്ക്. സാറേ എപ്പോൾ ക്ലാസ് നിർത്തും? ഞാൻ പറഞ്ഞില്ലാണ്, 1.5 മണിക്കൂറൊക്കെ ഉണ്ടാവും ക്ലാസ്, പേടിക്കണ്ട. ഓക്കെ, മാക്സിമം പെട്ടെന്ന് നിർത്താൻ നോക്കാം. ഓക്കെ, എന്തായാലും നിങ്ങൾക്ക് എല്ലാം പറഞ്ഞു തരണ്ടേ. ഓൾഡ് മാൻ, പെലെയോ, എലിസൻഡ, ഈ 3 പേരുടെ കാര്യമാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, ഇതില് ഓൾഡ് മാൻ്റെ ആണ് നിങ്ങൾ മാക്സിമം പഠിക്കേണ്ടത്. കാരണം ഒരു 5% ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻ അഥവാ ഓൾഡ് മാൻ്റെ ചോദിക്കും. പക്ഷേ പെലെയോടെയും എലിസൻഡയുടെയും 3% മാത്രമേ ഉള്ളൂ. കാരണം അങ്ങനെ വരാറില്ല. പെലെയോടെ വരാറുണ്ടെങ്കിലും എലിസൻഡയുടെ അങ്ങനെ വരാറില്ല. ചിലപ്പോൾ ഈ ഓണപ്പരീക്ഷയ്ക്ക് എലിസൻഡയുടെ ആയിരിക്കും ചോദിക്കുക. ഓണപ്പരീക്ഷയ്ക്ക് എലിസൻഡയുടെ ആയിരിക്കും ചോദിക്കുക. കാരണം അതങ്ങനെ ചോദിച്ചിട്ടില്ല. പെലെയോടെ ചോദിക്കാൻ സാധ്യത ഉണ്ട്. ഓൾഡ് മാറ്റ് ചിലപ്പോൾ അവസാനത്തെ പരീക്ഷയ്ക്കോ അല്ലെങ്കിൽ ഈ പരീക്ഷയ്ക്കോ നമുക്ക് കാണാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ എല്ലാം പഠിച്ചിരിക്കുക. ഇതിൽ എലിസൻഡയുടെ നിങ്ങൾക്ക് ഹോംവർക്ക് തരാം. ഓക്കെ, നിങ്ങൾ ചെയ്തിട്ടോ. ഇനി നിങ്ങൾ എന്തൊക്കെയാണ് ക്യാരക്ടർ സ്കെച്ച് എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്? ക്യാരക്ടർ സ്കെച്ച് എഴുതുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഒന്നുകൂടി പറയാം. ആദ്യം ഏത് സ്റ്റോറിയിൽ നിന്ന് എടുത്തത്? ഏത് സ്റ്റോറിയിൽ നിന്നാണ് എടുത്തത്? ബൈ ഹൂം? ആരാണ് എഴുതിയത്? ഓക്കെ, ഇത്ര എഴുതി കഴിഞ്ഞിട്ട് ആരാണ് നെയിം പറയാ? ഹൂ ഈസ് ഹീസ് ഹൂ? ആരാണ് ഇയാള്? പിന്നെ ഇയാളെ എങ്ങനെയാണ് കാണപ്പെടുന്നത് എന്നൊക്കെ എഴുതുക. അത് കഴിഞ്ഞിട്ട് ഇയാളുടെ ബിഹേവിയർ, ഇതിൻ്റെ അകത്ത് ആൾക്കാരോട് ബിഹേവ് എങ്ങനെയാണ് അതൊക്കെ നോക്കുക. അതൊക്കെ വെച്ചിട്ടാണ് എന്ത് ചെയ്യേണ്ടത്? ഇതേപോലൊരു ഇത് ചെയ്യേണ്ടത്. ഓക്കെ, നമുക്ക് ഇതൊന്ന് വായിച്ച് നോക്കിയിട്ട് ബാക്കി പറയാം. ഓക്കെ, ഓൾഡ് മാൻ
ഓൾഡ് മാൻ ദ ഏജ് ഏജ് കൊടുക്കട്ടെ, ദ ഓൾഡ് മാൻ ഇട്ടിട്ട് ബ്രാക്കറ്റിൽ ഏജ് എന്ന് കൊടുക്കാം. ദ ഓൾഡ് മാൻ appear in the story a old man with enormous wings, written by Gabriel Garcia Marquez. He was a strange and mysterious figure appearing on Stanley Pelayo's courtyard. He looked like a very weak and tired with enormous dirty wings. His body was old and furred. He was very little hair and few teeth. He dressed like a pure man, and the first people can understand who or what he is. He suffered lot, but never complains. He very patient and cute. He does not get angry. People treat him badly, but stay slightly and waits. He was represent suffering people in the world. He remains us. The true Jesus and can be in that pure and weak body. ഇതാണ് നമ്മുടെ ഒരു ക്യാരക്ടർ സ്കെച്ച്. ഇതിൻ്റെ അകത്ത് ഈ ഒരു അവസാനത്തെ വേർഡ്സ് ഉണ്ടല്ലോ, ഇത് ലോകത്തിന് പറഞ്ഞാൽ എന്തായിരിക്കണം? ഒരു മെസ്സേജ് ആയിരിക്കണം. അവസാനത്തെ ഒരു ഇത് എന്തായിരിക്കണം? ഞാൻ പറയാം. ഓക്കെ, ലാസ്റ്റ് ലൈൻ മെസ്സേജ് ആയിരിക്കണം. ഓക്കെ, ലോകത്തിലേക്കുള്ള ഒരു മെസ്സേജ് ആയിരിക്കണം. അത്രേ ഉള്ളൂ. ഓക്കെ, ഓരോന്നും നമുക്ക് ഇനി അണ്ടർലൈൻ ചെയ്ത് പഠിക്കാം. ഓക്കെ, ഞാൻ അതിൻ്റെ അർത്ഥവും പറഞ്ഞ് വായിച്ചും തന്നെ പഠിക്കാം. ഓക്കെ, ദ ഓൾഡ് മാൻ അപ്പിയറൻസ് ഇൻ ദ സ്റ്റോറി എ വെരി ഓൾഡ് മാൻ വിത്ത് എനോർമസ് വിങ്സ്, റിട്ടൺ ബൈ ഗബ്രിയൽ ഗാർസിയ മാർക്വസ്. ഗബ്രിയൽ ഗാർസിയ ദ ഓൾഡ് മാൻ വിത്ത് എനോർമസ് വിങ്സ് എന്ന കഥയിലെ ദ ഓൾഡ് മാൻ എന്ന് പറഞ്ഞാൽ ഗബ്രിയൽ ഗാർസിയ മാർക്വസിന്റെ വെരി ഓൾഡ് മാൻ വിത്ത് എനോർമസ് വിങ്സിലെ പ്രധാന കഥാപാത്രമാണ് ദ ഓൾഡ് മാൻ. He is a strange and mysterious figure appears in Stanley Pelayo's house. പുള്ളിക്കാരൻ കുറച്ച് വിചിത്രവും അമാനുഷികവുമായ ഒരാളാണ്. പെട്ടെന്ന് പെലയോടെ മുറ്റത്ത് കാണുകയാണ് പുള്ളിക്കാരനെ. He looks very weak and tired with enormous and dirty wings. പുള്ളിക്കാരന് കുറച്ച് വീക്കായിട്ടും ടയേർഡായിട്ട് ആണ് കാണപ്പെട്ടിരുന്നത്. കൂടെ ഡേർട്ടിയായ അഥവാ വളരെ മോശമായ അഥവാ വളരെ ചെളിയൊക്കെ പിടിച്ചിരിക്കുന്ന ഒരു അനോർമസ് വിങ്സ് ഉണ്ടായിരുന്നു. അഥവാ വലിയ വിങ്സുകൾ പുള്ളിക്കാരനുണ്ടായിരുന്നു. ഹിസ് ബോഡി ഓൾഡ് ആൻഡ് ഫെയർ. ഹി വാസ് വെരി ലിറ്റിൽ ആൻഡ് ടീത്ത്. പുള്ളിക്കാരൻ്റെ ബോഡി വളരെ ഓൾഡാണ്, അഥവാ വളരെ ചുക്കിച്ചുളിഞ്ഞൊക്കെ മുഖം കിടക്കുന്നു. വളരെ നല്ലൊരു ഓൾഡ് മാനാണ്, അഥവാ വെരി ഓൾഡ് മാനാണ്. പിന്നെ കുറച്ച് മുടികളും ഉള്ളൂ, കുറച്ച് പല്ലുകളും. ഹി ഡ്രസ്ഡ് ലൈക്ക് എ പ്യുവർ മാൻ. പുള്ളിക്കാരൻ ഡ്രസ്സ് ചെയ്തത് ഒരു പ്യുവർ മാനായാണ്, അതോ വളരെ പ്യുവറായിട്ടുള്ള. അറ്റ് ഫാസ്റ്റ് പെലയോ കനോട്ട് ബി അണ്ടർസ്റ്റാൻഡ് ഹൂ ഓർ വാട്ട് ഹീ ഹീസ്. പക്ഷേ പെലയ്ക്ക് പെട്ടെന്ന് ആരാന്ന് മനസ്സിലായില്ല. പുള്ളിക്കാരൻ നോക്കുമ്പോൾ ആരോ തൻ്റെ മുറ്റത്ത് കിടക്കുന്നു. ഹി സഫർ ലോട്ട് ബട്ട് ഹി വാസ് നെവർ കംപ്ലൈൻറ്റ്. പുള്ളിക്കാരന് കുറേ എന്തുണ്ടായിരുന്നു, സഫർ ചെയ്യേണ്ടി വന്നു. പക്ഷേ പുള്ളിക്കാരൻ ഒരിക്കലും കംപ്ലൈൻറ്റുകൾ പറഞ്ഞിട്ടില്ല. പെലയോടോ എലിസബത്തോടോ അവരോട് കംപ്ലൈൻറ്റുകൾ പറഞ്ഞിട്ടില്ല. ഹി വാസ് വെരി പേഷ്യൻ്റ് ആൻഡ് ഗുഡ്ലി. പുള്ളിക്കാരൻ വളരെ പേഷ്യൻ്റുമാണ്, ഗുഡ്ലിയാണ്, അഥവാ മിണ്ടാതിരിക്കും വളരെ ക്ഷമാശീലനാണ്.
He does get angry. പുള്ളിക്കാരെ ഒരിക്കൽ പോലും ആംഗ്രി ദേഷ്യപ്പെട്ടിട്ടില്ല. People treat him badly, but he stay silent and wait. പുള്ളിക്കാരെ ഒരിക്കലും എന്ത് പറഞ്ഞിട്ടില്ല, ഒന്നും എതിർത്ത് പറഞ്ഞിട്ടില്ല. പുള്ളിക്കാരൻ്റെ എല്ലാവരും ബാഡ്ലി ആയിട്ട് ട്രീറ്റ് ചെയ്ത് പുള്ളിക്കാരൻ ഒരു ഇതിലും ഇതായിട്ട് പറഞ്ഞിട്ടില്ല. ഹി ഡെസ്പെറേറ്റ്ലി സഫർ ദ മാൻ ഓഫ് വേൾഡ്. ഹി വാസ് റിമൈനിങ് ഹാസ് ട്രൂത്ത് ആൻഡ് ഇഡൻ ഓഫ് ദ പ്യുവർ ആൻഡ് വീക്കൻസ് ബോഡി. ഓക്കെ ആണോ? മനസ്സിലായോ? മനസ്സിലായോ? ഇതൊരു ആവറേജ് കുട്ടിക്ക് എഴുതാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, നമ്മൾ തരണം എപ്പോഴും ഒരു ആവറേജ്, അഥവാ എപ്പോഴും ടോപ്പറിന് മാത്രമല്ല നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കണത്. ഒരു ആവറേജ് കുട്ടിക്ക്, എന്തൊക്കെ എഴുതാൻ പറ്റും അതാണ് നമ്മൾ എന്തിരിക്കുന്നത് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഇനി ഇത് ഹോംവർക്ക് ഇട്ട് തരാം. ഇത് ഹോംവർക്കാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് 2 ഹോംവർക്ക് തരാം. നമുക്ക് ഓൾഡ് മാൻ്റെയാണ് നന്നായിട്ട് പഠിക്കാനുള്ളത്. അപ്പോൾ നമുക്ക് കുറേ സമയം പോകുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യാണ്, നിങ്ങൾക്ക് എന്ത് തരാണ്, ഞാൻ ഓൾഡ് മാൻ്റെ തന്നു നിങ്ങൾക്ക്. ഓക്കെ, ഓൾഡ് മാൻ്റെ ക്യാരക്ടർ സ്കെച്ച് തന്നു. ബാക്കി 2 എന്ത് ചെയ്യുക, നിങ്ങൾ ഹോംവർക്ക് ചെയ്യുക. പക്ഷെ ഞാനിവിടെ തന്നിട്ടുണ്ട്. ഓക്കെ, ഇത് നിങ്ങൾ ഹോംവർക്ക് ചെയ്ത് എന്ത് ചെയ്യുക, നമ്മുടെ സ്റ്റുഡൻസ് ഫീഡ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് നിങ്ങൾക്ക് ഉടനെ തന്നെ SSLCയുടെ ഇതിൽ കിട്ടും. അതിൽ നിങ്ങൾക്ക് ഇടാം. പിന്നെ എലിസൻ്റെയുടെ എന്ത് ചെയ്യുക, അതേപോലെ തന്നെ ഇടുക. എന്നാലും നമുക്ക് പോവാം. ന്യൂസ് റിപ്പോർട്ട് ഇത് കണ്ടോ? മിസ്റ്റീരിയസ് ഓൾഡ് മാൻ വിത്ത് ഫൗണ്ട് ടെറർ ആൻഡ് ദ മിസ്സിംഗ് മെൻ, ഏഞ്ചൽ ഓർ ഫ്രോഡ്, വില്ലേജസ് ഫോർ ദ സീ ദ സ്ട്രേഞ്ചർ ബി. ഇതേപോലത്തെ ഇങ്ങനെയൊക്കെയുള്ള ഇത് നിങ്ങൾക്ക് തരാൻ വേണ്ടിയിട്ട് ഞാൻ എന്തോരം കഷ്ടപ്പെട്ടിട്ടുണ്ടാകും. ഇതിന് വേണ്ടിയിട്ട് നിങ്ങൾ എനിക്കൊരു ലൈക്ക് തരില്ലേ പ്ലീസ്? കണ്ട് ഇതേപോലെ ഞാൻ എന്തൊക്കെ ചെയ്തിട്ട് ഒരു ഫോട്ടോയൊക്കെ കൊടുത്ത് കറക്റ്റായിട്ട് നിങ്ങൾക്ക് ഇതൊക്കെ ചെയ്ത് നിങ്ങളൊരു ലൈക്ക് തരില്ലേ എനിക്ക്? പ്ലീസ് ലൈക്ക്. ഇതാണ് നമ്മുടെ എന്താണിത്? ന്യൂസ് റിപ്പോർട്ടാണ്. The mysterious old man with enormous wings found. ഓക്കെ, അത് ഡേറ്റ് എഴുതുക, പിന്നെ സ്റ്റാഫ് റിപ്പോർട്ടർ, പിന്നെ സ്ഥലത്തിൻ്റെ പേര് എഴുതുക. ഓക്കെ, ഇത്രയും വേണം. ഇത്ര ഉണ്ടെങ്കിൽ എന്താണ് ന്യൂസ് റിപ്പോർട്ട് എഴുതാൻ പാടുള്ളൂ. എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത്രയും ഇതൊരു ഫോർമാറ്റാണ്. ഓക്കെ, മിസ്റ്റീരിയസ് മാൻ വിത്ത് mysterious old man with enormous wings found in the village on Sunday. Pelayo, local villager, discovered him his courtyard. The man lay face down the mud and could not stand up. The man looked weak and could not stand up. The neighbor said he was an angel who came for a stick side. Pelayo and his wife Elisenda kept the old man in the chicken coop. Soon the many people came to see him. The couple started charging money from the visitors. The courtyard became a crowd and people treated old man like a circus animal. The old man spoke in unconscionable dialect. He looked like a helpless and tried. People threw stones at him, pulled feathers, and still showered great pressure. Many villagers fell to the couple's tree. They used a
old man too earned money. Did They did show respect and kindness him. Some villagers say this is not right. He may angel or pure man. He need a care and not purely. ഇത്രേ ഉള്ളൂ ന്യൂസ് റിപ്പോർട്ട്. ഇത് നിങ്ങൾ വായിച്ച് പഠിച്ചാൽ തന്നെ ഇതിൻ്റെ അർത്ഥം അറിയാം. നമ്മൾ എന്താണോ നമ്മൾ കഥയിൽ പറഞ്ഞിരിക്കുന്നത് അത് തന്നെയാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. ഈ കഥയിലെ വലിയ ഇതും മാറ്റിയിട്ടോ. സൺഡേ പെലയുടെ വീടിൻ്റെ മുറ്റത്ത് വെച്ചിട്ട് നമ്മുടെ ഓൾഡ് മാനെ കാണുന്നു. അവരെന്ത് ചെയ്തു, ഒരു നെയ്ബർ വന്നിട്ട് പറയുകയാണ് അതൊരു നമ്മുടെ എന്താണ് ഏഞ്ചലാണ്, അത് എന്താണ് ചൈൽഡിന് വേണ്ടി വന്നതാണ് എന്ന് പറയുകയാണ്. പിന്നെ പെലയോ അതിന് എൽസൻ്റെ ഒരു ചിക്കൻ ഗ്രൂപ്പിൽ അടയ്ക്കുന്നു. പിന്നെ ആൾക്കാർ കൂടിയപ്പോൾ അതിനു വേണ്ടി മണി ചാർജ് ചെയ്യുന്നു. പീപ്പിൾ അതിനെ സർക്കസ് ആനിമലായിട്ട് കാണുന്നു. പുള്ളിക്കാരൻ അൺകോൺസബിൾ ഡയലക്റ്റാണ് പറയുന്നത്. ഹി വാസ് ഹെൽപ്ലെസ് ആൻഡ് ട്രൈഡ്. എന്നിട്ട് എന്താണ് ആൾക്കാരെ കല്ലെടുത്തെറിയുന്നു, ഫെദേഴ്സ് പറയുന്നു. ഹി വാസ് എന്നിട്ട് പുള്ളിക്കാരൻ എന്ത് ചെയ്തു, ക്ഷമ കാണിക്കുന്നു. ഇത് തന്നെയാണ് നമ്മൾ കഥയിൽ എന്താണ് പറയുന്നത് അത് തന്നെയാണ് എവിടെയും നമ്മൾ എഴുതുള്ളൂ, ഇവിടെ നമ്മൾ എഴുതിയിട്ടുള്ളൂ. ഓക്കെയാണോ? ഈ അവസാനത്തെ പോയിന്റ് മാത്രം ഒന്ന് എന്ത് ചെയ്ത് വെച്ചിരിക്കുക, നോക്കി വെച്ചിരിക്കുക. സം വില്ലേജസ് സേ ഇതൊട്ടൊന്ന് അങ്ങോട്ട് നോക്കി വെച്ചിരിക്കുക. കാണിച്ചുതരാം. എനിക്ക് നല്ല ദോശ ആയതോട്ടെ. ഓക്കെ ദേ ഇവിടെ നട്ടു. Some villagers say this. ഓക്കെ, ഇത് അങ്ങോട്ട് എന്താ വെച്ചിരിക്കുക. ഓക്കെ ഇത് ഓക്കെ വെച്ചിരിക്കുക. എന്നാലും നമ്മൾ അടുത്തിലേക്ക് പോകണം. ഫോർമൽ ലെറ്റർ എഴുതുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഒരു ക്ലബ്ബ് ഭാഗമായിരിക്കണം. ക്ലബ്ബ് രീതിക്കാണ്. അപ്പോൾ ഇപ്പോൾ നമ്മളിവിടെ ഉപയോഗിക്കണ സോഷ്യൽ വെൽഫെയർ ക്ലബ്ബാണ്. വെൽഫെയർ ക്ലബ്ബാണ്. അത് ആർക്കാണ് അയക്കുന്നത്? ടു പ്രസിഡന്റിനാണ്. ആർക്ക്? പഞ്ചായത്ത് പ്രസിഡന്റിനാണ്. അപ്പോൾ നമ്മൾ എത്ര കാര്യങ്ങൾ ഓർത്ത് വെച്ചിരുന്നു? ആദ്യം ഒരു ക്ലബിൻ്റെ ഭാഗത്താണ്, അത് ഏത് സ്ഥലത്താണോ ഉള്ളതെന്ന് നോക്കിയാൽ. അത് കഴിഞ്ഞിട്ട് എന്താണ്, അത് എവിടേക്കാണ് അയക്കേണ്ടത്, ഡേറ്റ് ഇടുന്നുണ്ട് അതിൻ്റെ താഴെ. പിന്നെ അത് എവിടേക്കാണ് അയക്കേണ്ടത്? പഞ്ചായത്ത് പ്രസിഡന്റിനാണ്. അത് എവിടെയാണ് പഞ്ചായത്ത് പ്രസിഡന്റ് എവിടെയാണ്? ഗ്രാമപഞ്ചായത്ത് ഓഫീസിലായിരിക്കും അത് സ്ഥലം. പിന്നെ ആദ്യം തന്നെ അത് ഇതിൻ്റെ അകത്ത് എന്തൊക്കെയാണോ പറയുന്നത് ഉള്ളതിൻ്റെ ഒരു സബ്ജക്റ്റ്. എന്താണ് ഈ സബ്ജക്റ്റ്? കംപ്ലൈൻറ്റിങ് റിലേറ്റഡ് ടു ദ ഡിസ് ഓഫ് ദ ഓൾഡ് മാൻ വിത്ത് എനോർമസ് വീഡ്. സാർ ഓൺ മേഡം നമ്മൾ തുടങ്ങുകയാണ്. വിഷ് ടു ദ ബ്രിങ് നോട്ട് എ സീരിയസ് ഇഷ്യൂ അവർ വില്ലേജ്. എ very old man with enormous wings recently found in courtyard of the villager named Pelayo. The man lay face but down weak. The neighborhood claimed he was an angel who came for the child. It said help him. Pelayo and Elsada locked him chicken coop. They started charging money. Visitors, many people see to him. The place came crowded. The old man treated like a circus animal. Man spoken in inconceivable dialect and looked helpless. People threw stones and pulled his feathers. He was suffered sadly. The couple was showed no kindness and respect toward him. The incident show reiterate the lack of humanity
I request you take necessary action. Please ensure the old man treat care and intensity for faithfully. ഇത്ര എഴുതി താഴെ ഇങ്ങനെ കുത്തുവിട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ഒരു ഫോർമൽ ലെറ്റർ എഴുതാൻ പഠിച്ചു. അത് ഈ ചാപ്റ്ററിൽ നിന്ന്. ഈ അവസാനത്തെ ഒരു ഇത്ര ഉണ്ടാവുമല്ലോ, അത് നിങ്ങളുടെ ഒപ്പീനിയനാണ്. അഥവാ ഈ ഒരു ഇതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്, ഇങ്ങനെ ഒരു ആക്ഷൻ എടുക്കണമെന്ന് എന്ത് ചെയ്യാൻ പറയാം. ബാക്കിയൊക്കെ എന്തൊരു കഥയിൽ നിന്ന് നമ്മൾ എടുത്തിട്ടുള്ളതാണ്. ബാക്കിയല്ല കഥയിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്, വേറെ പുറത്തുനിന്നും എടുത്തിട്ടില്ല. കഥയിലുള്ള കാര്യം മാത്രമേ ഉള്ളൂ. അങ്ങനത്തൊരു ഭാഗം മാത്രമേ ഉള്ളൂ. അത് ബാക്കിയൊക്കെ കഥയിലുള്ളതാണ്. പെലയോ, പിന്നെ ലൈഫ് ഫേസ്ഡ, പിന്നെ നമ്മുടെ നെയ്ബർ വുമൺ, പിന്നെ നമ്മുടെ എന്താണ് ചിക്കൻ കൂപ്പിൽ അടച്ചു, ചാർജ് മണി പിന്നെ സർക്കസ് ആനിമലെ പോലെ കാണിച്ചു, പിന്നെ ഇൻകോൺസബിൾ ഡയലറ്റ്, പിന്നെ സ്റ്റോൺസ് ത്രൂ. ഓക്കെ, അത്ര ഇതൊക്കെ നമ്മുടെ എന്ത് ചെയ്താണ്, കഥയിലുള്ളതാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ലാസ്റ്റ് ആ ഒരു പോയിന്റ് എന്ത് ചെയ്താ പഠിച്ചു വെച്ചിരിക്കുക. ഓക്കെ 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 ഇത് നമുക്ക് ഫ്രണ്ട്ലി ലെറ്ററിലേക്ക് പോവാം. പലരും ഫ്രണ്ട്ലി ലെറ്റർ എന്ന് പറയുമ്പോൾ എന്താ ചോദിക്കുന്നുണ്ട്. ഓക്കെ മക്കളെ, ഇൻഫോർമൽ ലെറ്ററാണ്. പലർക്കും ഇൻഫോർമൽ ലെറ്റർ എന്ന് പറഞ്ഞാലേ അറിയുള്ളൂ. ഓക്കെ, ഇൻഫോർമൽ ലെറ്ററാണ്. ഓക്കെ, ഇൻഫോർമൽ ലെറ്ററിൻ്റെ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. അതിനനുസരിച്ചാണെങ്കിൽ നമ്മൾ എഴുതാൻ പോണേ. The angel finally took the flight the Elisenda courtyard, and she felt the relieved that his mouth said the reporter prepare a letter. അഥവാ തൻ്റെ അമ്മയ്ക്ക് വേണ്ടി എലിസണ്ട എഴുതുകയാണ്. ഏഞ്ചൽ ഇവിടുന്ന് പോയി എഴുതാൻ വേണ്ടിയിട്ട് ഉള്ളതാണ്. അതിന് വേണ്ടിയിട്ട് ആദ്യം അമ്മ താമസിക്കുന്ന സ്ഥലത്തിൻ്റെ ഇത് അവരുടെ ഇത് അഡ്രസ്സ്, അതായത് ഡേറ്റ് എഴുതുക, ആൻഡ് മൈ ഡിയർ മാം അല്ലെങ്കിൽ മൈ ഡിയർ ഫ്രണ്ട്സ്, ആർക്കാണ് എഴുതണേ ചോദ്യം നോക്കിയിട്ട് കറക്റ്റായിട്ട് എഴുതും. ഹൗ ആർ തിങ്സ് വിത്ത് യു? ഐ ഹോപ്പ് ഗുഡ് ഹെൽത്ത് ആൻഡ് സ്പിരിച്വൽ. ഐ വാണ്ട് ടു ഷെയർ സം സ്ട്രേഞ്ച് അവർ കോർട്ട്യാർഡ്. യു നോ വെൽ the old man with straight long. For months he was like a brute and lying around in the coop, bring the crowd and rub into our home. He filling airs the whole smell. പുള്ളിക്കാരൻ നമ്മുടെ അവിടെ ഉള്ള സ്മെല്ലൊക്കെ ഇതാക്കിയാണ്. ദിസ് ബോഡി, ഇന്നത്തെ ഈ ബോഡി, ഐ വാസ് കട്ടിങ് ഓയിലിയൻ, ഞാൻ ഉള്ളി അരിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ I looked the window and saw the struggling to fly the old man. ഞാൻ കൈ നിട്ടാട്ടോ ദ ഓൾഡ് മാൻ. ഓക്കെ, അവിടെ കണ്ടു എന്താണ് പുള്ളിക്കാരൻ സ്ട്രഗിൾ ചെയ്യാണ്. ദ ഫസ്റ്റ് മൂവ്മെന്റ് ദ ലൈക്ക് എ ട്രേഡ് ഓൾഡ് ബേഡ്. അഥവാ ഒരു വയസ്സായ ജനിച്ച് വീണ ഒരു പക്ഷി പറക്കാൻ വേണ്ടി ശ്രമിക്കില്ലേ, അത് അല്ല കുറച്ചാൾ കഴിയുമ്പോൾ പറക്കാൻ വേണ്ടി ശ്രമിക്കില്ലേ, അത്ര ഒരു ഇതാണ് പുള്ളിക്കാരൻ കണ്ടത്. ബട്ട് സ്ലോലി ഹി റോസ് ഹൈലി ഇൻ ടു ദ സ്കൈ ബിയോണ്ട് ദ ഹൊറൈസൺ. അഥവാ ചക്രവാളം പോലെ ആ ഒരു ചെറിയ പൊട്ടാവുന്ന വരെ ആര് നോക്കിക്കൊണ്ടിരുന്നോ, എലിസൻ്റെ നോക്കിക്കൊണ്ടിരുന്നോ, ഒരു ചെറിയ പൊട്ട്. ഇപ്പം ഞാൻ ആ കറുത്ത് ഇത് കൊണ്ടിട്ട ഇതേപോലെ ഒരു ചെറിയ ഡോട്ടാവുന്ന വരെ ആര് നോക്കിക്കൊണ്ടിരുന്നു, എലിസൻ്റെ നോക്കിക്കൊണ്ടിരുന്നത്. കഥയിലുള്ളതാണ്. ഓക്കെ, ഐ കനോട്ട് എക്സ്പ്ലെയിൻ the truth was an angel, a castaway, or just a pure man, but somehow go a deep sense of relief our life and the stranger mystery with the SD our daughter Elisenda. ഇത്ര എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന മാർക്ക് 4 5 മാർക്കോളം കിട്ടും. ഓക്കെ, 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ കഴിഞ്ഞാലും 6 മാർക്ക് കിട്ടും. ഓക്കെ,
ഇനി നമ്മൾ 2 ലെറ്റർ പഠിച്ചു. ഇനി നമ്മൾ 2 ലെറ്റേഴ്സ് പഠിച്ചു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് A+ പോയിന്റുകളാണ്. ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് ഞാൻ വേറൊരു സാധനം കൂടി ആഡ് ചെയ്തായിരുന്നു. 2 സാധനം ആഡ് ചെയ്തായിരുന്നു. ഒന്ന് ഇമെയിലാണ്, പിന്നെ വേറൊരു സാധനം കൂടി നമ്മൾ ആഡ് ചെയ്തായിരുന്നു. എന്താണോ എന്നൊരു ഓർമ്മയില്ല. ഇത് നമ്മൾ പോകുന്നത് ഡയറിയിലേക്കാണ്. ഓക്കെ, ഇത് മനസ്സിലായില്ലേ? ഇപ്പം തന്നെ നമ്മുടെ 8 ഓക്കെ 8 പോട്ടെ, എന്തേ പറയണേ ഞാൻ. അടി എനിക്ക് ഇത് നോക്കിയിട്ടാണ് പറയണേ. നമ്മുടെ റെക്കോർഡിങ്ങിൻ്റെ ഇതുണ്ടാവുമല്ലോ. ഇതിപ്പോൾ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കില്ലേ? ലൈവ് എന്ന് പറഞ്ഞാൽ റെക്കോർഡാണല്ലോ. അത് നമ്മൾ റെക്കോർഡ് ചെയ്താണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അഥവാ ഇത് റെക്കോർഡായിട്ടാണ് നിങ്ങൾക്ക് യൂട്യൂബിൽ റെക്കോർഡായിട്ടാണ് കിടക്കുക. മനസ്സിലായി? ഇപ്പം ലൈവാണ് മക്കളെ, ഇപ്പം ലൈവാണ്. ഇത് കുറച്ച് കഴിയുമ്പോൾ ഇത് റെക്കോർഡായിട്ട് കിടക്കില്ലേ യൂട്യൂബിൽ? അതാണ് ഞാൻ പറഞ്ഞത്. അത് നോക്കിയിട്ടാണ് ഞാൻ ഇപ്പോൾ ടൈം പറയാതെ തെറ്റിപ്പോൾ. ഞാൻ വിചാരിച്ച 7 മണിക്കുള്ള ലൈവ് പുറത്തുള്ള വെട്ടം കണ്ടിട്ടെങ്കിലും പറയണ. ഇത് എനിക്ക് തലവേദനയുടെ കേസ് വന്നപ്പോഴേക്കും ഫുൾ ഔട്ടായി മൈൻഡ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഡയറി റൈറ്റിലേക്കാണ് വരുന്നത്. ഓക്കെ, അവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. എന്ന് വെച്ചിട്ടാണ് നമ്മൾ ഡയറി ചെയ്താൽ പോകുന്നത്. ഓക്കെ, നോക്കാം. ഈ ജൽ ഫൈനലി from the Elizabeth courtyard, she was felt relief and she let reports. അയ്യോ, ഇത് ലെറ്റർ തന്നെയാണല്ലോ. പുള്ളിക്ക് ഇവിടെ ലെറ്റർ അല്ല, മദേഴ്സിന് വേണ്ടിയല്ല. പുള്ളിക്കാരത്തി അവർ പോയി കഴിഞ്ഞ ശേഷം ഇവിടെ ഡയറി എഴുതുക. ഓക്കെ, അതായത് ഡയറി എഴുതുക. ഈ ക്വസ്റ്റ്യൻ വേണ്ട, എലിസൻ്റെ ഡയറി എഴുതുകയാണ്. അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതിന് ഡേറ്റ് എഴുതുക, സമയം എഴുതുക, അത്രേ ഉള്ളൂ. ഡേറ്റ് എഴുതുക, സമയം എഴുതുക. അതിനുശേഷം ഇവിടെ അൺകോൺസബിൾ ഡേ അല്ല അൺഫോർഗറ്റബിൾ ഡേ എന്ന് എഴുതുക. അൺഫോർഗറ്റബിൾ ഡേ എന്ന് വേണമെങ്കിൽ എഴുതാം. ഐ വാസ് അല്ലെങ്കിൽ ഇങ്ങനെ എഴുതാം. ടുഡേ ഈസ് അങ്ങനെ എഴുതിയാലും മതി, അല്ലെങ്കിൽ ഇങ്ങനെ എഴുതിയാലും മതി. ടുഡേ വാസ് സ്ട്രേഞ്ച് ഡേ ഓഫ് മൈ ലൈഫ്. വെൽ ദ വാക്കിംഗ് ഇൻ ദ കോർട്ട്യാർഡ് ഐ സോ ദ ഓൾഡ് മാൻ വിത്ത് കാനോബൽ വിൻസ്. ഇത് വേറെയാണാ. എൻ്റെ പൊന്നോ, എനിക്ക് തലവേദന എടുത്തിട്ട് ഞാൻ ഫുള്ള് ഇതായല്ലോ. ഇത് പെലയോ വീട്ടിലേക്ക് വന്നപ്പോൾ, അഥവാ ആ ഒരു ഓൾഡ് മാനെ കാണുന്ന സമയമുണ്ടല്ലോ. ഫസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ആ ഒരു ഫസ്റ്റ് ഇതില്ലേ, ആ ഒരു ഭാഗമാണിത്. ഓക്കെ, അതാണ്. ഓക്കെ, but at the first I felt scared and shocked. ആദ്യം ഞാനൊന്ന് പേടിച്ചു. He looked dirty and helpless. He could not stand properly. Elsa Dad tried to speak him, but he don't understand his language. We thought he was a castaway, but the neighbor said he was an angel. I feel confused and stressed now. How can angel look so poor and ordinary? I could not want them believe. അഥവാ പുള്ളിക്കാരൻ പിന്നെ ചിന്തിക്കുകയാണ്, റെസ്റ്റ് എടുത്തോന്ന് ശരിയാ. അതെങ്ങനെയാ ഓൾഡ് മാൻ എങ്ങനെയാ ഒരു പ്യുവർ ഓർഡിനറി ആയിട്ട് കാണുക? അത് മിസ്റ്റീരിയസ് പോലെയല്ലേ കാണേണ്ടത്? Can you believe I was what to do next? I hope tomorrow bring some clarity. അഥവാ നാളെ ഞാൻ ഇതിനെക്കുറിച്ച് കറക്റ്റായിട്ട് ക്ലാരിഫൈ ചെയ്യും. ഇതാണ്, ഇത്ര രീതി മതി. ഒരു 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ് ഇത് വരിക. ഓക്കെ,
4 മാർക്ക് നിങ്ങൾക്ക് സുഖമായിട്ട് നേടാം. ഓക്കെ, 5 മാർക്കാണെങ്കിൽ ഇതിനെക്കാട്ടും കുറച്ചും കൂടി അതൊരു തട്ടി വിട, അത്രേ ഉള്ളൂ. ഓക്കെ, എന്നാൽ നമ്മൾ A+ പോയിന്റിലേക്ക് പോവാണ്. A+ പോയിന്റ് എന്ന് പറഞ്ഞാൽ A+ സെൻറ്റൻസ് ആണ്. ഓക്കെ, ഇതിൻ്റെ അകത്ത് എന്തൊക്കെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്? ഓക്കെ, നോക്കാം. ഡിഫറെൻറ്റ് ഇമേജ് ആൻഡ് ദ ഏഞ്ചൽ. The angel not bright, younger, or beautiful. Okay, bright അല്ല, young അല്ല, beautiful അല്ല. Instead, he was old, weak, dirty. എന്താണ്? ഓൾഡ് ആണ്, വീക്ക് ആണ്, ഡേർട്ടി ആണ്. He was broke feathers. He was very different from the people's expect looking angel. Okay, അത് ഓർത്ത് വെച്ചിരിക്കുക. Curiosity, respect. People came to far from the wide and see the angel, but he treated a animal of the circus and not like a heavenly being. Okay, many over kind. Pelaya Alexander care more many. അത്രേ ഉള്ളൂ. അഥവാ ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം. ഓക്കെ, ഈ കഥയിൽ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നിങ്ങളൊന്ന് വായിച്ചു നോക്കുക, അതിനുശേഷം പരീക്ഷയ്ക്ക് പോവാം. അത് നമ്മൾ പരീക്ഷയുടെ തലേദിവസം കറക്റ്റായിട്ട് പറഞ്ഞുതരും. അല്ല, തലേദിവസമല്ല, അതിന് മുമ്പേ പറഞ്ഞുതരാം. ഓക്കെ, റിവിഷൻ ഉണ്ടാവും. നിങ്ങൾക്ക് ഈ ചാപ്റ്ററിൻ്റെ ഒരു റിവിഷൻ ഉണ്ട്. അഥവാ ഈ ചാപ്റ്റർ ഫുള്ളായിട്ട് ഒരു വീഡിയോയിൽ നമ്മൾ പറഞ്ഞുതരും. ഒരു മണിക്കൂറിലെ ഒരു റെക്കോർഡാണ്. അതിൽ അല്ല, റെക്കോർഡ് വീഡിയോ അല്ല, നമ്മുടെ ലൈവ് വീഡിയോ. അതിൽ നമ്മൾ എന്ത് ചെയ്യും, കാര്യങ്ങളൊക്കെ പറഞ്ഞുതരും. ഓക്കെ, എന്നാൽ നമ്മൾ ടെസ്റ്റിലെ ആക്ടിവിറ്റിയിലേക്ക് പോവാണ്. ലെറ്റ്സ് റിവാൻഡ്. പേജ് നമ്പർ 13 എടുത്ത് വെക്കുക. എല്ലാവരും 13 എടുത്ത് വെക്കുക, പെട്ടെന്ന് എടുക്കുക. ഞാൻ ടെക്സ്റ്റ് എടുത്തിട്ടുണ്ട്. ഓക്കെ, 13 എടുത്തിട്ടുണ്ട്. ലെറ്റ്സ് റിവൈൻഡിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക, ആൻസറും ഉണ്ട്. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ, പെട്ടെന്ന് നോക്കിയേ, എൻ്റെ മക്കളത്ത് നോക്കിയേ. What the old man's role in the story? How does his affecting process his family? ആ ഫാമിലിയിൽ എന്തൊക്കെയാണത്? ഓക്കെ, the old man present mysterious angel and the show's theme of the magical realism. Magical realism എന്താണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ഇനി അതിലേക്ക് നമ്മൾ പോകുന്നില്ല. His presence begin the suddenly wealth of the Peleus family, but his make the greatly industry and it pretty badly use him into money. നല്ലൊരു തുടക്കമാണെങ്കിലും ആ ഒരു ഓൾഡ് മാനെ പെലെയോയുടെ കുടുംബം ബാഡ്ലിയായിട്ടാണ് ട്രീറ്റ് ചെയ്തത്. എന്തിനു വേണ്ടി ചൂസ് ചെയ്തോ? ഹേഡ് മണി. രണ്ടാമത്തെ ദിവസം നോക്കാം. മെൻഷൻ എനി 2 trials the old man impress you. 2 trials of the patient and അത് നല്ലതാണ്. ഈ വാസ് സഡൻലി, അഥവാ പുള്ളിക്കാരൻ സൈലൻ്റിലി ആണെങ്കിലും സഫർ ചെയ്യുമ്പോഴും പുള്ളിക്കാരൻ സഡൻലി ആണ്, ഒരു റിയാക്റ്റും ചെയ്യുന്നില്ല. ആൾക്കാർ തൂവൽ പറിക്കുമ്പോഴും ആൾക്കാർ കല്ലെടുത്തെറിയുമ്പോഴും ഒന്നുപോലും പുള്ളിക്കാരൻ എന്ത് പറയുന്നില്ല, എതിർത്ത് പറയുന്നില്ല. What element of the story do you consider magical and why? The magical elements of the story are the old man with having enormous wings and the spider woman who was the once human. They are the magical because the things of cannot happen in real life that appears in the normal setting of the people treat as ordinary. ഈ ഒരു കാര്യത്തിനെ പറയുന്നതാണ് എന്ത്? മാജിക്കൽ റിയലിസം. ഈ ഒരു കാര്യത്തെ പറയുന്നതാണ് മാജിക്കൽ റിയലിസം. അഥവാ ഒരു മാജിക്കൽ എലമെൻറ്റ് ഇതിലേക്ക് കൊണ്ടുവരും, റിയൽ ലൈഫിലേക്ക് കൊണ്ടുവരും. പക്ഷെ അവിടെയുള്ള ആൾക്കാർക്ക് അതെന്തായിരിക്കും? ഒരു ഓർഡിനറി ആയിരിക്കും. ഇതിനെ പറയുന്നതാണ് മാജിക്കൽ റിയലിസം. പയ്യെ പറഞ്ഞേ, മാജിക്കൽ റിയലിസം. ഉറക്കെ പറഞ്ഞേ, മാജിക്കൽ റിയലിസം.
ഒരു പേജിൻ്റെ മേളിൽ തന്നെ ആ മാജിക്കൽ റിയലിസം എന്താണെന്ന് കൊടുത്തിട്ട് ഒരു നീല ബോക്സിൽ. ഓക്കെ, അത് നോക്കി പഠിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ 4ാമത്തെ ക്വസ്റ്റിലേക്ക് വരാം. ഡിസ്ക്രൈബ് ദ ഓൾഡ് മാൻ ദ ഫസ്റ്റ് കർവ് ദ അറ്റംപ്റ്റ് ദ ഫ്ലൈ. ദ ഓൾഡ് മാൻ ദ ഫസ്റ്റ് അറ്റംപ്റ്റ് ദ വീക്ക് ദ സ്ട്രഗിൾഡ് ടു knocked out the shield and the managed like a year. ഒരു കാരണമായി, അതുകൊണ്ടാണ്. ഓക്കെ, വാട്ട് ഹാപ്പൻ ടു ദ ഓൾഡ് മാൻസ് പോപ്പുലാരിറ്റി ഇൻ ദ കോഴ്സസ് ഓഫ് ടൈം? The first man became very popular and many people come to see. കുറേ ആൾക്കാർ കാണാൻ വന്നു. But later his popularity increased when he lost interest and the go to see Spider-Woman instantly. അടുത്താണ് pick up the instantly for the following from the story. ഓക്കെ, ഇമാജിൻ സ്മൈൽ മാജിക്കൽ എലിമെൻറ്റ് അതിൻ്റെ കറക്റ്റായിട്ടുള്ള വിവരണം ഞാൻ ഇവിടെ തന്നിട്ടുണ്ട്. ഇവിടെ കറക്റ്റ് ഒരു ബോക്സ് വരച്ച് ഞാൻ തരാം. കറക്റ്റ് ബോക്സ് ആയില്ല, അത് സാരല്ല, ചുമ്മാ അറിഞ്ഞാട്ടാ. ഓക്കെ, അതിൻ്റെ ഓരോന്നും നിങ്ങൾ എന്ത് ചെയ്യുക, ഫില്ല് ചെയ്യുക. ഓക്കെ, 7ാമത്തെ ക്വസ്റ്റ്യൻ. Listen until the appearance the discuss your group and ending of the story. ഗ്രൂപ്പായിട്ട് എന്ത് ചെയ്യാൻ പറഞ്ഞ് നമ്മൾ പോട്ടെ. നമ്മൾ എന്ത് ചെയ്യും, ഓൾട്ടർനേറ്റീവ് എൻഡിങ് നമ്മളിത് ഇപ്പോൾ കൊടുത്തേക്കാണ്. ഈ ഓരോ പോയിന്റും നിങ്ങൾ എന്ത് ചെയ്യാം, വായിച്ച് നോക്കുക. കഴിഞ്ഞിട്ട് 8ാമത്തെ ക്വസ്റ്റ്യൻ കൂടി കഴിഞ്ഞിട്ട് നമ്മൾ നിർത്തുകയാണ്. നമ്മൾ തീർന്നു. ഓക്കെ, അബൌട്ട് ദ കമ്പാരിസൺ. ദ ഓൾഡ് മാൻ സഫർ ദ മോസ്റ്റ് ദ ബാഡ്ലി ആൻഡ് പീപ്പിൾ ഹാഡ് കെപ്റ്റ് ഇൻ ദ സോ വി ദ സ്പെഷ്യൽ ഓഫ് ദ വീക്ക്നെസ് ആൻഡ് ദ ഹെൽപ്ലെസ്. സൂപ്പർ പൊള്ളി. നമ്മൾ 4 പാർട്ടിൽ പറഞ്ഞത് മാത്രമേ ഇതിൽ പറഞ്ഞിട്ടുള്ളൂ. ഓരോ ഡയറി ഇതൊക്കെ കഴിയുമ്പോഴും നമ്മൾ പറഞ്ഞത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ റീ ബുക്ക് എഡ്യൂക്കേഷൻ്റെ ഗോൾഡൻ ബാച്ച് കയറാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കയറുക. ലിമിറ്റഡ് ഷീറ്റുകൾ ഇല്ല ഞാൻ പറയില്ല, നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും കയറാം, എത്ര ആൾക്കാർക്ക് വേണമെങ്കിലും കയറാം. ഓക്കെ, പിന്നെ നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റി നിങ്ങൾ ഫ്രീ ആയിട്ട് നോട്ട് കിട്ടുന്നത് വാട്സപ്പ് കമ്മ്യൂണിറ്റിയിലാണ്. അതിൽ നിങ്ങൾക്ക് 10ൻ്റെ കമ്മ്യൂണിറ്റിയിൽ നിങ്ങൾ കയറുക. ഓക്കെ, അത് നമ്മൾ എപ്പോഴും പറയാനുള്ളത് 3 ലിങ്കിലെ ഏറ്റവും താഴത്തെ 10ാം ക്ലാസ്സിൻ്റെ ലിങ്കാണ്. അതിൽ കയറുക. ഇനി നിങ്ങൾക്ക് അതിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ഗ്രൂപ്പ് കിട്ടും. അഥവാ വാട്സപ്പ് ഗ്രൂപ്പ് നിങ്ങൾക്ക് ഓർഡറിൽ കിട്ടും. എൻ്റെ എല്ലാ ഡൗട്ടും ക്ലിയർ ചെയ്ത് തരും നിങ്ങൾക്ക്. ഓക്കെ, പിന്നെ നമ്മൾ വാട്സപ്പ് ചാനലിൽ കൂടി ഒന്ന് ജോയിൻ ചെയ്യാം. പിന്നെ എന്ത് ചെയ്യുക, പിന്നെ നിങ്ങൾക്കറിയാതാ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. എന്നാൽ ഞാൻ താങ്ക്സ് പറയാണ്, ഒരു ഗുഡ് നൈറ്റ് പറയുകയാണ്. ഗുഡ് നൈറ്റാ. ഇതന്ന് ഞങ്ങൾ 8:30 വേണ്ടിയിട്ട് സ്ലൈഡ് ഉണ്ടാക്കിയില്ലേ, അതിന് വേണ്ടിയിട്ട് കറക്റ്റാക്കി വെച്ചിരുന്ന ഈ സ്ലൈഡ്. എന്താലേ 4:30 ആയപ്പോഴേക്കും ഗുഡ് നൈറ്റ് പറയാം. ഓക്കെ, അതൊരു ഗുഡ് ഈവനിങ് പറയാം. ഒരു ചായയൊക്കെ കുടിച്ച് നമ്മൾ ഇത് ചെയ്യുക. ഓക്കെ, ഗുഡ് ഈവനിങ് പറയാം. ഒരു ചായയൊക്കെ കുടിച്ച് സൂപ്പറായിട്ട് അടുത്ത ലൈവിന് വേണ്ടി കാത്തിരിക്കുക. ദിസ് ഈസ് ദ റീ ബുക്ക് എഡ്യൂക്കേഷൻസ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ക്ലാസ് തീരാണ്. ഇനി നമ്മൾ കാണുക ഫ്രണ്ട്സ്. നല്ല ഇതിൽ ചെയ്തിട്ട് ഫ്രണ്ട്സ് റോബൻസ് കൺട്രിമെൻ. ഓക്കെ, നല്ലൊരു ചാപ്റ്ററാണ്. പൊളിയാക്കണം, സെറ്റാക്കണം. നമുക്ക് പൊളിയാക്കി സെറ്റാക്കാം. 3ാമത്തെ ചാപ്റ്ററാണ്. 2ാമത്തെ ചാപ്റ്റർ നിങ്ങൾക്ക് ഉടനെ തുടങ്ങും. ഒരു ക്വസ്റ്റ്യൻ ഇല്ല, സെറ്റാക്കാം. ഓക്കെ, ബൈ.